ഇറങ്ങ 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 വേഗം ഇറങ്ങേ. ആ ഇറങ്ങ വേഗം ഇറങ്ങ. ആ മൊമ്മരിക്ക ഇനിയിപ്പോ എന്നാ നാട്ടിലേക്ക്? കോഴിക്കോടായാലും എറണാകുളമായാലും ഒക്കെ ഞമ്മക്ക് നാട് തന്നെ മോനെ. കാലം കുറെ ആയാലും നാടിന്റെ തീറ്റിപ്പോത്തിന് വരട്ടെ. ആടിറങ്ങ ആടിറങ്ങ് വേഗം ഇറങ്ങേ. ആ ആ ആ പച്ചക്കറികളെ, പഴവർഗങ്ങളെ, ചീര, വെണ്ട, വഴുതന, കോവക്ക, കൈപ്പക്ക, പച്ചമുളകേ, പഴവർഗങ്ങളെ, പച്ചക്കറികളെ, പഴവർഗങ്ങളെ, മല്ലിച്ചപ്പ്, കോളിഫ്ലവർ. വീട് വൃത്തിയായാൽ മതി, നാട് നാറിയാലും വേണ്ടിയില്ല മനുഷ്യന്മാർക്ക്. കുറച്ചൊരു വൃത്തിയായ മനുഷ്യനായ വേണ്ടേ? എലിപ്പനി, പൂച്ചപ്പനി, പക്ഷിപ്പനി, ആനപ്പനി, ചേനപ്പനി, ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാർ കിട്ടേണ്ട പനി കൊണ്ടൊന്നും മതിയായില്ല പഠിച്ചോനെ. വേറെ മനുഷ്യന്മാർ അപ്പുറം ഇപ്പുറം താമസിക്കുന്നുണ്ടെന്നുള്ള ബോധം വേണ്ട മനുഷ്യന്മാർക്ക്. ആ നിക്ക് 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 വരി 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 ഇങ്ങോട്ട് വരി വരി. കോഴിക്കോടിന് അലുവ ഓരോ കഷ്ണം തിന്നിട്ട് പോയിക്കോളി. പഠിക്കേണ്ടതൊക്കെ മധുരമുള്ള കാര്യങ്ങളായിക്കോട്ടെ. ഓ പച്ചക്കറികളെ, പഴവർഗങ്ങളെ, പച്ചക്കറി, പച്ചമാങ്ങ, പച്ചമുളകേ. എവിടെ മമ്മാലിക്ക നിങ്ങളുടെ മനോഹരൻ? ഇന്റെ മനോഹരൻ ഇത് നല്ല കഥ. ആ ചങ്ങാതി ഇത്തിരി സ്ഥലമാണെന്ന് പറഞ്ഞ് നടക്കാതെ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഓനെ നീയായിട്ട് മുട്ടിച്ചെന്നാ അനക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. അല്ലാതെ എനിക്കെന്താ വൈജോ കാര്യം? അഡ്വാൻസ് കൊടുക്കാൻ എങ്ങനെ? ഓന്റെ കാര്യം ഇന്ന് ശരിയാവുമെന്ന് വിചാരിക്കുക. വിചാരിച്ചാ പോരാ, ഇന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ അവര് വേറെ പാർട്ടി കൈമാറുന്നേ. അറിയാലോ എറണാകുളത്തോടെ സെന്റ് ഭൂമി കിട്ടാനുള്ള പ്രയാസം. ഇന്നത്തെ വിലയല്ല നാളെ. ഞാൻ ഓനെ കിട്ടുമെന്ന് നോട്ടെ. ആ ഹലോ മനോഹരനല്ലേ? ഇത് ഞാനാണ് മമ്മാലിക്ക. എന്തൊക്കെ ഇഷ്ട കാര്യങ്ങള്? ഗുരുവായൂരപ്പന്റെ സഹായം കൊണ്ട് എല്ലാം ശുഭകരാവും. അതെന്തെങ്കിലും കൊടുത്തില്ലെങ്കിലേ മുതല് കയ്യെന്ന് പറഞ്ഞേക്കാം. ഞാൻ ആ കാര്യത്തിന് പോയിട്ട് വരാം മമ്മാലിക്ക. കാശ് റെഡി. നന്നായി. ഒരിച്ചിരി കട്ടൻ കാപ്പിക്ക് പറഞ്ഞിരുന്നോ? ആര് കേക്കാൻ? മനുഷ്യനെ കണ്ണും കാതും കേൾപ്പിക്കാത്ത ഒരു മിക്സിങ് കുക്കറും. കിട്ടേണ്ടത് കിട്ടിയ നേരെയാവൂല്ലേ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. തോൽപ്പിച്ചവരുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛനാദിനല്ലത്ത് മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛനാദ്യമല്ല തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെച്ചപ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തു കുന്താവും ഈ വീട്ടിലൊക്കെ ജീവിച്ച. നമുക്ക് നിങ്ങൾക്കൊക്കെ ചെറുപ്പത്തിലേക്ക് കിട്ടിയ നല്ല പ്രോത്സാഹനം ഈ എളിയ കലാകാരന് കിട്ടുന്നില്ല. എങ്കിലും ഞാൻ ഇടിച്ചു കയറി വരും. നമുക്ക് നശിപ്പിച്ചിട്ട് കിടക്കും കോടാലികള്. ഒരിക്കൽ അവിടെ പോയ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ എനിക്ക് സൗകര്യമില്ല, എന്നാ ശരി എന്റെ മോനെ ഡോക്ടർ ആക്കി തന്നെ. അങ്ങനെയൊക്കെ ഇതൊക്കെ സിനിമയില് കാണാൻ. ഉപനിഷത്തില് നമ്മുടെ സംസ്കൃതി. അമ്മക്കല്ലിലിട്ട് 2 കുത്തു കുത്തി ഒന്ന് നിരക്കുക ചെയ്യില്ല. അല്ലെങ്കിൽ ആ മിക്സി ഒന്ന് മാറ്റി വാങ്ങിക്ക, അതും ചെയ്യില്ല. നീയും കൊള്ളാം, നിന്റെ കെട്ടിയോനും കൊള്ളാം. ആഹാ, അച്ഛന്റെ കുഞ്ഞുവാവൊക്കെ പഠിക്കാനൊന്നുമില്ലേ? ഓ, അച്ഛന്റെ ഒരു കുഞ്ഞുവാവ. ഇവള് വലിയ കുട്ടിയായില്ലേ അച്ഛാ? ആ, എന്നാലും നമ്മുടെ വീട്ടിലെ കുഞ്ഞുവാവ ഈ മായക്കുട്ടിയല്ലേ? രാത്രി മണി 2 കഴിഞ്ഞ് അമൃതാവണ്ടി പോയിട്ടും നിന്നെ കാണാഞ്ഞപ്പോ അമ്മ പേടിച്ചു. ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ. അതിന് നിനക്കാരും കൂട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ നീയൊട്ട് കൂട്ടുകയില്ല. ചാവക്കാട്ടിന്ന് എറണാകുളത്തേക്ക് ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്യാനുണ്ടോ? ദൂരം പണ്ടത്തേത് തന്നെ ഉള്ളൂ. പോയ കാര്യം നടക്കണ്ടേ ബാനു?
ഇന്നത്തെ കാലത്ത് എവിടെ നിന്നും കിട്ടില്ല 3 രൂപ പലിശക്ക് വെറും ചെക്കിന്റെ ധൈര്യത്തിൽ 2 ലക്ഷം രൂപ നല്ലൊരു സംഖ്യ പലിശയാവില്ലേ? കൊടുക്കണം. ദൈവം സഹായിച്ചിട്ട് അതിനുള്ള തൊഴിലുണ്ട്, കഴിവുണ്ട്. കാര്യം നടക്കട്ടെ. അത് തന്നെ. മാനത്തൊരു മാവിന്റെ കൊമ്പത്ത് അച്ഛനോട് കയറി എടുത്തു തരാൻ പറയാൻ സ്വൈര്യം തരാത്തൊരു മക്കള്. ഈ അമ്മയ്ക്ക് വട്ടാ. ഇതിന്റെയൊക്കെ കൂടെ ഇനി എന്താ നിന്റെ ഒരു ലീ? ആ ജോലിക്കാർ ഇതുവരെ എത്തിയില്ല അല്ലേ? വരട്ടെ, 2 പറയുന്നുണ്ട് ഞാൻ. ആഹാ, ഒരു 300 രൂപ വേണ്ടേ? അങ്ങോട്ടൊരു 100, ഇങ്ങോട്ടൊരു 100, പിന്നെ ഒരു 100 രൂപ ഭക്ഷണവും മറ്റു ചെലവുകളൊക്കെ വരില്ലേ? ആർക്ക്? എന്താ കാര്യം? എനിക്കേ ഡയറക്ടർ ഹരിഹരൻ സാർ കോഴിക്കോട് അളകാപുരയിലുണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്യാൻ പോകണ്ടെന്ന്. നേരിട്ടൊന്ന് മുഖം കാണിച്ച ചിലപ്പോ. പിന്നെ നിന്റെ ഈ മുഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പോവില്ല. വല്ല മന്ത്രവാദം ചെയ്ത് ഒഴിപ്പിച്ചു വിടേണ്ടി വരും. മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ ഇതുപോലെ അവസരം അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. സിനിമ അങ്ങനെയാ, അങ്ങനെ രക്ഷപ്പെടൂ. ഹരിഹരൻ സാറിന്റെ ഒക്കെ കൈകൊണ്ടൊരു ഓപ്പണിങ് കിട്ടിയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ നീ പോക്ക് പോയാ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ജീവ. ചേച്ചി അങ്ങനെ പറയരുത്. 300, വെറും 300 രൂപ ഞാൻ വർക്കൗട്ട് ആവും. പിന്നെ ലാക്സാ വരാനിരിക്കുന്നത്. പ്ലീസ് ചേച്ചി, മനോഹരേട്ടന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. ആ മനുഷ്യനായതുകൊണ്ടാ കാശിന് കൊള്ളാത്ത എന്റെ അനിയനെ ഈ വീട്ടിൽ തീറ്റി പോറ്റുന്നത്. നമുക്കെല്ലാവർക്കും കൂടെ കയറി കിടക്കാനേ ഒരു വീടുണ്ടാക്കാൻ പെടാപ്പാട് പെടുക ആ പാവം. എന്താ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഇത്തിരി പോന്നു നിന്നെയും കൊണ്ട് അച്ഛന്റെ കൂടെ എറണാകുളത്തേക്ക് വരുമ്പോ പട്ടണത്തെ പേടിയായിരുന്നു അമ്മയ്ക്ക്. വാടകയ്ക്കാണെങ്കിൽ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ നാട് വിട്ടു പോന്നു തോന്നിയിരുന്നില്ല. അമ്മക്ക് ഈ വീടും സ്ഥലവും വാങ്ങണമെന്ന് എപ്പോഴും പറയായിരുന്നു നിന്റെ അച്ഛൻ. കണ്ണടയുമ്പോഴും ആ ഒരാശ ഉണ്ടായിരുന്നു മനസ്സിൽ. ഇവിടെ ഇങ്ങോട്ട് ഇറക്കുക എന്ന് പറയുമ്പോ അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ ഇത്രയും കാലം നിന്നു. പൊളിച്ചു വലിയ ഫ്ലാറ്റ് പണിയാനത്രേ. പിന്നിപ്പോ ചെറുതാണെങ്കിലും നമ്മൾ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു വീട്ടിലേക്കല്ലേ മാറി താമസിക്കാൻ പോണത്. അമ്മ നോക്കിക്കോ, അമ്മക്ക് അവിടെ ഇഷ്ടാവും. ബ്രോക്കർ ബൈജു ഓണറിന്റെ വീട്ടിലേക്ക് എത്താന്ന് പറഞ്ഞു. മമ്മാലിക്കട ഇന്നത്തെ കച്ചവടം മുടങ്ങിയല്ലേ? ഓന്റെ പഹയ, ഈ അതിനോട് ചോദിക്കാൻ പാടുണ്ടോ? വെറുതെയാണ് നാട്ടുകാർ എന്നെ പരസഹായം മമ്മാലിക്കാന്ന് വിളിക്കണേ. ഇതിപ്പോ കോഴിക്കോട്ടായാലും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്. നിന്റെ കാര്യത്തിനൊന്നും ഓടിപ്പോയാൽ നിനക്ക് വേറെ ചങ്ങായിമാരൊന്നുമില്ലല്ലോ. നീയാണെങ്കിൽ കഴുകോർത്ത് തന്നെ കഴുകി, തുടച്ചോർത്ത് തന്നെ തുടച്ച്, കൂട്ട കണക്ക് പിന്നെയും കൂട്ടി സംശയം തീർത്ത് വരുമ്പോഴേക്ക് സൂര്യൻ വൈബങ്കാലിൽ വീണിട്ടുണ്ടാവും. ചെറുപ്പകാലം തൊട്ട് അച്ഛനും പറയും അമ്മയും പറയും എനിക്ക് സംശയങ്ങൾ തീരില്ല. സംശയങ്ങൾ വേണം അമ്മാലിക്ക, എങ്കിലേ ബുദ്ധിവികാസം ഉണ്ടാവും. വികസിക്കണമൊക്കെ നല്ല തന്നെ, പക്ഷെങ്കിൽ കണ്ടമാനം വികസിച്ചൂടാ. ആ പറയേ. ഗുരുവായൂരോ? എപ്പോ? ആ എന്നിട്ട്? ആ ഇല്ല, ഓടുന്നില്ല. ഓക്കെ. ഹലോ, ആ പ്രഭാര, നമ്മുടെ ആളുകളെ മുഴുവൻ വിളിച്ച് ഇന്ന് വണ്ടി ഓടണ്ടെന്ന് പറഞ്ഞേക്ക്. ഹലോ, ആ ഗോപിയേട്ടാ, അതെ ഗുരുവായൂർ ബോംബ് പൊട്ടിയെന്ന്. ആ അതെ, അവിടെ ആവുമ്പോ എന്തായാലും നമുക്കിട്ട് താങ്ങിയതാവൂലോ. ആ അതെ, ഇന്ന് ഓടണ്ടെന്ന തീരുമാനം. ആ എന്താ എന്താ മോനെ പ്രശ്നം? കേട്ടില്ലേ, ഗുരുവായൂർ ബോംബ് സ്ഫോടനം, വണ്ടി ഇനി ഓടുന്നില്ല. പടച്ച തമ്പുരാന്, അത് അവിടെ അല്ലേ, ഇവിടെ എന്താ വണ്ടി ഓടിയാല്? അതൊരു മാതിരി കൊനിഷ്ഠു വർത്താനാണല്ലോട്ടാ. ഒന്നും ഇറങ്ങിക്കേ. ഏതായാലും കേറിയില്ലേ, കത്രിക്കടയിലൊന്ന് ഇറക്കി തന്നൂടെ? അങ്ങനെ ഇറക്കി തരാനൊന്നും പറ്റില്ല, ഇറങ്ങിക്കോണം. ദാ ഇവിടെ തീരുമാനായി, ഇറങ്ങന്നെ, ആലോചിച്ച് സമയം കളയല്ല. അപ്പൊ അഡ്വാൻസ് കൊടുക്കില്ലേ? മനുഷ്യക്കോലത്തിലുള്ള ശൈത്താന്മാര് മനുഷ്യന്മാരെ കൊല്ലാൻ അഡ്വാൻസ് അടിച്ച ഭൂമിയിൽ നിന്നെ 3 സെന്റിനും കൂരപ്പേർക്കൊന്നും ഒരു ബലിയില്ല മനോഹര.
എന്താ രാമദാസേ, കാളെ പറ്റുമെന്ന് കേട്ട് തീരും മുമ്പേ ഉടുപ്പഴിക്കണോ? ഇതൊന്നും അത്ര നിസ്സാരമായിട്ട് കാണണ്ട സഹദേവാ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടുമുറ്റത്തിട്ട് അവർ പൊട്ടിക്കും ബോംബ്. നമ്മളും അവരും എത്ര പെട്ടെന്ന് തരം തിരിയുന്നത്. പുച്ഛിക്കേണ്ട സഹദേവാ, അങ്ങനെയൊക്കെ ഉണ്ട്. രാംദാസ്, എന്റെ പടച്ചോനെ എന്തായി കേൾക്കണത്? കാര്യങ്ങളൊക്കെ കുഴപ്പമായോ? ഈ പോക്ക് പോയാൽ കാര്യങ്ങൾ കുഴപ്പമാവും സൈനികനെ. ഇതെന്താടോ എന്നോട് ഇങ്ങനെ ഒന്ന് എടുത്തു പറയണത്? നിന്നോടായിട്ടല്ല, നിന്റെ കൂട്ടരോട്. ആ നടന്നോ? എവിടെയോ എന്തോ നടന്നു. ആ പേരിൽ വെയിലും കൊണ്ട് ഞാൻ ഇവിടം വരെ നടന്നു. ഉദ്ദേശിച്ച കാര്യമായിട്ട് നടന്നതുമില്ല. ഓ, നിനക്ക് പിന്നെ നിന്റെ കാര്യത്തിനപ്പുറത്ത് വേറൊരു കാര്യമില്ല. കാര്യത്തിൽ വലിയ കാര്യം സ്വന്തം കാര്യം തന്നെ, ബാക്കിയൊക്കെ ഒരു കാട്ടിക്കുട്ടല്, അതും അല്ലെങ്കിൽ കള്ളത്തരം. മക്കള് സ്കൂളിൽ നിന്ന് എത്തിയോ ബാനു? ആർക്കും ആരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. നീ സ്കൂൾ വരെ നടന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോവാ. ശരി. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് വണ്ടി ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി തന്നാലും നാട്ടിലെ പുണ്യവാളന്മാർ അത് ഇന്ന് റോട്ടിലിറക്കി ഓടിക്കാൻ സമ്മതിക്കില്ല. ഒരു ചില്ല് പോയാ പോയില്ലേ, നാളത്തേക്ക് പോരെ. ആ ശരി, താങ്ക് യു. അങ്ങനെ കേരളത്തിനൊരു ഹർത്താലും കൂടി കിട്ടി അല്ലേ ബാബു? കേരളം ഒരു ദിവസം കൂടി പുറകോട്ട് പോയിന്ന് പറയാം സാർ. മനുഷ്യന്മാരുടെ മനസ്സൊക്കെ നൂറ്റാണ്ടുകൾ പുറകോട്ട് പോയി കഴിഞ്ഞിടോ. ജാതിയും മതവും വർഗീയതയും വംശീയതയും ആ പേരിൽ വെട്ടും കുത്തും യുദ്ധങ്ങളും. ആ ഗുഡ് മോർണിംഗ് സാർ. ആണോ? ഗുഡ് മോർണിംഗ്. ആണോ മനോഹര ഇന്ന്? അല്ല സാർ, എത്താൻ വൈകി. സാരില്ല, സമയനിഷ്ഠ പാലിക്കാറുള്ള ആളല്ലേ, സാരില്ല. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കേണ്ട തീയതിയായിരുന്നു. കാശ് ഒരുവിധം ഒപ്പിച്ചു. പക്ഷേ ദേ ഇത് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അതങ്ങനെയാടോ ജീവിതം. നമ്മൾ ചില കണക്കുകൾ കൂട്ടും, ജീവിതം അത് തെറ്റിച്ച് പൊളിച്ച് കൈ തരും. ഇരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ, സൂക്ഷിക്കണം. സാറ് സൂക്ഷിക്കണം. തന്റെ കയ്യിൽ കാശുള്ളതിന് ഞാൻ എന്തിനു സൂക്ഷിക്കണം? അതല്ല സാർ, ഈ കാശ് സാർ ഇന്ന് ഇവിടെങ്ങാനും സൂക്ഷിച്ചാല് നാളെ ഞാൻ വന്ന്. അതൊന്നും വേണ്ട, താൻ തന്നെ വെച്ചിരുന്നാ മതി. തീയും കൊണ്ട് നടക്കാം, പക്ഷെ പെണ്ണും പണവും ആട്ടെ. മറ്റു പലർക്കും ഇന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഞാനൊട്ടും നിർബന്ധിക്കുന്നില്ല. ഓരോരുത്തർക്കും അവനവന്റെ ദൈവം, അവനവന്റെ സ്വർഗം. തനിക്കോ? സാറിനറിയാലോ എനിക്ക് അങ്ങനെ ഒന്നുമില്ലാന്ന്. ബോംബ് വെക്കണവരും തരില്ല, റോഡ് തടയുന്നവരും തരില്ല ഒരു നേരത്തെ ആഹാരം. കറക്റ്റ്. പിന്നെ തന്നോട് എനിക്ക് അടുപ്പത്തിനുള്ള ഒരു കാരണം തന്റെ ഈ ആറ്റിറ്റ്യൂഡാണ്. വേറൊന്ന്, വലിയ കൂട്ടുകെട്ടില്ല. സാറിനറിയാലോ എനിക്ക് അങ്ങനെ ആരും കൂട്ടില്ല എന്ന്. എന്നെപ്പോലെ തനിക്കൊരു കുടുംബമില്ലടോ. ഞാനോ? വർഗീസ് അബ്രഹാം പാതിരിക്കോടൻ, ആകാശ ചോട്ടിൽ ഒറ്റയ്ക്കാടോ. ആ അത് വിട്. ചില ക്ലയൻസിന് വണ്ടിയുടെ മെക്കാനിക്കൽ ജോബുകളൊക്കെ താൻ ചെയ്യുന്നതാണ് ഇഷ്ടം. അവരുടെയൊക്കെ ഇഷ്ടം പോലെ ആവട്ടെ. നമുക്ക് നമ്മുടെ സ്ഥാപനം. എന്തേ? അതെ സാർ. നീ ഇന്നും ഇതും ചൊറിഞ്ഞോണ്ടിരിക്കുമല്ലേ? ജാതിബോധമില്ലാത്ത കുറെ കോടീശ്വരന്മാരും കൊച്ചമ്മമാരും വലിയ കാറുകളിൽ മലർന്നു കിടന്ന് ഇന്നൊരു ദിവസം ഉല്ലാസയാത്ര നടത്തില്ലെന്ന് വെച്ച് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല. ആകാശം അവിടെ തന്നെ കാണും, പക്ഷെ ഭൂമിയിൽ നമുക്ക് ആരും കാണില്ല രാംദാസേ. അവനവന്റെ വീടും കുടുംബവും ഒരു ദൈവങ്ങൾ നേരിട്ട് ഇറങ്ങി വന്ന് നോക്കിക്കൊണ്ട് നടത്തില്ല, നമ്മൾ തന്നെ നോക്കി നടത്തണം. നിനക്ക് ദൈവത്തെക്കാൾ വലുത് നിന്റെ ജോലിയും കൂലിയും കുടുംബവും. ദൈവത്തെ ഞാനായിട്ട് വലുതാക്കണ്ടല്ലോ. ഒന്നിനും നിൽക്കാത്ത എന്നെ എടാ പോടാന്ന് വിളിക്കാനും മെക്കിട്ട് കയറാനും വരില്ലേ? അന്നാ നീ ഒലത്തും അല്ലടാ. എന്താ അവിടെ? നിർത്ത്. എന്താടോ? ഓരോരോ കത്തിയെടുത്ത് തരട്ടെ, കുത്താനും ചാവാനും. ആവേശം. ഈശ്വരന്റെ പേരിൽ കൊല്ലുന്നവനായാലും ചാവുന്നവനായാലും ശരി, അവരെ ഈശ്വരന് ഇഷ്ടപ്പെടില്ല. അത് ഏത് ഈശ്വരനായാലും ശരി. ചെല്ല്. ദി ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം വായിച്ചിട്ടുണ്ടോ? ആര്? താൻ വായിച്ചിട്ടുണ്ടോന്ന്. അല്ലാതെ ക്രിസ്തു വായിച്ചിട്ടുണ്ടോന്ന് തന്നോട് ചോദിക്കോ? വായിച്ചിട്ടില്ല സാർ.
ഞാനും വായിച്ചിരുന്നില്ല. കത്രീന അബ്രഹാം എന്റെ ഭാര്യ എന്നെ വിട്ടു പോകും വരെ ഞാനും ഒന്നും വായിച്ചിരുന്നില്ല. എത്ര വായിച്ചിട്ടും എനിക്ക് മനസ്സിലാകാതെ പോയ ഒരു വലിയ പുസ്തകമായിരുന്നു ആ സ്ത്രീ. ഇപ്പോഴല്ല, എന്നെ കളഞ്ഞു ഒളിച്ചോടി പോകും വരെ കത്രീനയെ ഞാൻ സംശയിച്ചിരുന്നു. എന്നും എപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു. എന്തിനാ, എന്തുകൊണ്ടാ പറയടോ? അറിയില്ല സാർ. എനിക്കറിയാം. ഇഷ്ടം കൂടിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം മറ്റാരെങ്കിലും കട്ടുകൊണ്ടുപോയോന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി ഉറപ്പുവരുത്തുന്ന ഒരു കുട്ടി എല്ലാ ഭർത്താക്കന്മാരുടെയും മനസ്സിൽ ഉറങ്ങാതെ കിടപ്പുണ്ട്. എന്താ? കുട്ടികൾ ഉറങ്ങാതെ കിടപ്പുണ്ട്. എവിടെ? എന്റെ വീട്ടില്. ഹലോ. ആ ബാനു, ഇവിടെ കത്രീന മാഡം പുറപ്പെട്ടു പോയേ ഉള്ളൂ. അറിയാലോ, കഥ കുറച്ചുകൂടി സമയമെടുക്കും. അവര് പുറപ്പെട്ടു പോകാൻ തുടങ്ങിയിട്ട് കാലം എത്ര ആയിട്ട് മനോഹരേട്ടാ? കേട്ട് നിൽക്കാൻ നിങ്ങളും. അല്ല, അത് നിങ്ങൾ വന്നിട്ടേ കഴിക്കൂന്ന് പറഞ്ഞ് മക്കള് കുറെ നേരം വാശി പിടിച്ചിരുന്നു. ശരി, ഞാൻ ദാ വന്നു. വല്ലതും കഴിച്ച് കിടക്കണ്ടേ സാർ? ആർക്കാ? സാറിന്. വേണ്ട, എനിക്കൊന്നും വേണ്ട. മനോഹരം പോയിക്കോ. ഭാര്യയും മക്കളും കാത്തിരിക്കല്ലേ. എനിക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ. പോയിക്കോ, പോയിക്കോ. എന്നിട്ടെന്തായി? പിന്നെയും പിന്നെ ഇങ്ങനെ എന്നിട്ടെന്തായി എന്ന് ചോദിച്ചാൽ എങ്ങനെയാ മായക്കുട്ടിയെ? കഥ തീർന്നില്ലേ? സിംഹം മുന്നിൽ പിടിച്ചില്ലല്ലോ. എത്ര ദിവസമായിട്ടാ സിംഹം മൊയലിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്? എന്തൊരു സിംഹം ഇത്? അതിനിപ്പോ അച്ഛൻ എന്താ ചെയ്യാൻ പറ്റുക? സിംഹം വേഗത്തിൽ ഓടണ്ടേ? മുയല് നന്നായിട്ട് ഓടി രക്ഷപ്പെട്ടു. അച്ഛൻ വെറുതെ മായമോളെ പറ്റിക്കായിരിക്കും. ചെലപ്പോ സിംഹം മൊയലിനെ പിടിച്ചിട്ടുണ്ടാവും. അമ്പടി കള്ളി. അയ്യോ അമ്മ. ഓ, ഒരു സിംഹവും മൊയിലും. ഹോംവർക്ക് ചെയ്തോ രണ്ടാളും? നേരെ ഇത്രയായില്ലേ? ഉറങ്ങട്ടെ മക്കള്. നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധയില്ല. ഈ കെട്ടുകഥ ഉണ്ടാക്കി പറയുന്ന നേരം കൊണ്ട് രണ്ടക്ഷരം പറഞ്ഞു കൊടുത്തൂടെ കുട്ടികൾക്ക്? ഗോപേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു. നാളെ പാലക്കാട്ടേക്ക് പോകണമെന്ന്. നമ്മള് വീട് വാങ്ങുന്ന കാര്യം അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇത്രേ. ഓ, എനിക്ക് കേൾക്കണ്ട നിന്റെ അച്ഛന്റെ മേട്ടന്റെയും കാര്യം. എനിക്കാരും സഹായം വേണ്ട. തീർന്നല്ലോ. വേണ്ടെങ്കി വേണ്ട, കിടക്കാൻ നോക്കാം. ദൈവമേ കാത്തോളൂ. വണ്ടി ഓടി തുടങ്ങി. കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം പാലക്കാടൊന്ന് പോയി വന്നുള്ളൂ. എനിക്ക് ജോലി കൂടുതലുള്ള സമയ. എന്താ പക്ഷേ മുഖത്തേക്കാണോ ടോർച്ചടിക്കുന്നത്? പിന്നെ തന്റെ മൂട്ടിലേക്കാണ് ടോർച്ചടിക്കേണ്ടത്. ഒരു ഗൂർക്കയുണ്ട്, മാസം തികയുമ്പോ കാശ് വാങ്ങാൻ മാത്രം വരും. 2 ഹിന്ദി മലയാളവും പറഞ്ഞു. അനർത്ഥങ്ങൾ എപ്പോ എവിടുന്ന് ഏത് വഴിക്കാണെന്ന് ആര് കണ്ടു? ഗുഡ് മോർണിംഗ് പാച്ചി അങ്കിൾ. ഗുഡ് മോർണിംഗ്. പൊതുവെ സിറ്റിയിൽ കള്ളന്മാരുടെ ശല്യം വളരെ കൂടിയിട്ടുണ്ട്.
നമ്മുടെ കോളനിയും എറണാകുളത്താണെന്ന് മറക്കരുത്. കള്ളന്മാര് കള്ളന്മാരുടെ പണിയെടുക്കും. കറക്റ്റ്. അതുകൊണ്ട് നമ്മുടെ കോളനിയുടെ സെക്യൂരിറ്റിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗിനൊന്നും വരാറില്ലല്ലേ? പക്ഷെ മിസ്സസ് വരാറുണ്ട്. അറിയാം, എന്റെ ഭാര്യയല്ലേ, എനിക്ക് പരിചയപ്പെടുത്തണ്ട. അല്ല, അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ പറഞ്ഞതാണേ. ഞങ്ങൾ 2 സെക്യൂരിറ്റി ഗാർഡ്സിനെ വെക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അടുത്ത് തന്നെ ഇവിടുന്ന് മാറാൻ പോവാ. വാ, ബസ് പോവും. ഓ, താമസം മാറും അത്രേ. അല്ലെങ്കിൽ അയാൾ കുറെ വളർത്തും. യൂസ്ലെസ്. അമ്മേ മഹാമായേ. എന്തിനാ അയാളോട് ഒരു ഗുഡ് മോർണിംഗ് കുശലം പറച്ചിലൊക്കെ? അതിനെന്താ, അമൃതേച്ചിയുടെ അച്ഛനല്ലേ? അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ അച്ഛനൊന്നും അല്ലല്ലോ. അമൃതേച്ചി ഊട്ടി പഠിക്കാൻ പോയോണ്ട് എന്നെ മായമോളെ വലിയ ഇഷ്ടാന്ന് എപ്പോഴും പറയും പോറ്റിയങ്കള്. അങ്ങനെ ഇപ്പൊ അച്ഛന്റെ മക്കൾ അയാൾ ഇഷ്ടപ്പെടണ്ട. അതിന് അച്ഛനുണ്ട് ഇവിടെ, കള്ളൻ. അച്ഛനോ? അച്ഛനല്ല, പോറ്റിയങ്കള്. പോറ്റിയങ്കള് കള്ളനാ? പിന്നല്ലാതെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കസ്റ്റംസിൽ നിന്ന് സസ്പെൻഷനായ ഇയാള് കള്ളനല്ലാതെ പിന്നെ എറണാകുളത്തപ്പന്റെ അമ്പലത്തിലെ പൂജാരിയാ? വേഗം നടക്ക്, വണ്ടി പോവും. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. വണ്ടി പോവല്ലേ, പോവല്ലേ, പോവല്ലേ. എന്താ കാര്യം? ഡോർ അടഞ്ഞു നോക്കിയിട്ടാ. അതിനല്ലേ സാറേ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മക്കൾ എന്റേതാണേ. കല്യാണം, സ്വന്തം വീട്ടിൽ താമസം, അതിനൊക്കെ ഒരു നേരം ഒത്തുവരാനുണ്ട്. ഇന്നായതും ഇവിടെ വെച്ചായതും നന്നായി. അമ്മയുടെ കൈയുണ്ടായല്ലോ, അല്ലേ ബാനു? അതിലേറെ എന്താ പുണ്യമുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിനൊക്കെ അപേക്ഷിക്കാം. എന്തേ മാധവേട്ടാ? ആട്ടെ, എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ബാക്കി പണത്തിന്റെ അവധി തെറ്റിക്കരുത്. ഇല്ല, നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്ത് സഹായിക്കണം. ഇവനൊരു എത്തുംപടി ഇല്ലാത്തവനാ. ഒന്നേ കണ്ണേ കണ്ണെന്നും പറഞ്ഞ് നിങ്ങൾ ഓനെ ലേശം ലാലിച്ച് വശലാക്കിയിട്ടുണ്ട്. എന്നാലോ ഓന്റെ കാര്യത്തിൽ ഒരുപാട് മതി കേട്ടോ. എന്നാ പിന്നെ നമ്മൾ ഇറങ്ങിയല്ലേ. കാര്യങ്ങളൊക്കെ ഭംഗിയായി വരുന്നുണ്ട്. ബാക്കിയൊക്കെ പഠിച്ചോന്റെ കയ്യില്. ഒന്ന് നിന്നേ. വാസന്തി ഇവിടെ എന്തിനാണോ വരുന്നത്? ജോലിക്ക്. ഇനി ഈ വീട്ടിൽ എന്ത് ജോലിയാണോ ബാക്കിയുള്ളത്? കുഞ്ഞെന്താ ഇങ്ങനെയൊക്കെ? കഷ്ടമുണ്ട് കേട്ടോ. ഒരിത്തിരി നേരത്തെ വന്നാ ബാക്കിയുള്ളവർക്ക് അതൊരു സഹായവും. ഇതിപ്പോ സർക്കാർ ഓഫീസിൽ ഒപ്പിടാൻ വരുന്നത് പോലെ. അതെ, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞേരെ. കീർത്തി നഗറിലൊരു ജ്വല്ലറിക്കാര് 3 കാറ് ഷെഡില്. ഞാനൊന്ന് മൂളി കെട്ടിയാ മതി അവർക്ക്. നീ എന്നെ വേണേ വെറുപ്പിച്ചോ, അമ്മയും മക്കളെയും എന്തിന് ദൈവം തമ്പുരാനെ വേണമെങ്കിലും വെറുപ്പിച്ചോ. പക്ഷെ വീട്ടുജോലിക്കാര് ചതിക്കല്ലേ പൊന്നെ, പെട്ടുപോവും. അറിയാലോ, നാട്ടിൽ ആർക്കും ജോലിയില്ല. എന്നാൽ ഒരു ജോലിക്കാരെയും കിട്ടാനുമില്ല. അതുകൊണ്ട് ഞാൻ അവളെ തലേ ചുമന്നു നടക്കണം. അവരവിടെ ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലും നടന്നോട്ടെ. നീ അകത്തോട്ടിയല്ലേ. അതെ, DVSP രഘുനന്ദനാണ്. പറയൂ. സോറി, ഞാൻ ഓഫീസിലല്ല. ആ വൈഫിനൊരു തലകറക്കം, ഡോക്ടറെ കാണിക്കാൻ വന്നതാ. അതെ. സാർ, സാറിനെ ഡോക്ടർ വിളിക്കുന്നു. അല്പം കഴിഞ്ഞ് വിളിക്കൂ. ഓക്കെ. സന്തോഷിക്കാൻ ഒരു തലകറക്കം, അത്രേ ഉള്ളൂ. പ്രഗ്നന്റാ. കാത്തിരുന്ന് കിട്ടിയ കനിയല്ലേ, സൂക്ഷിക്കണം. ഒരു 3 മാസം നല്ല റെസ്റ്റ് വേണം. എക്സ്ക്യൂസ് മീ. ഹലോ സർ. സർ, വിത്തിൻ ഹാഫ് ആൻ അവർ ഞാൻ എത്തി. ഓക്കെ സർ. ലോകമൊട്ടുക്ക് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ബാധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും സത്വര ശ്രദ്ധയും പ്രതിരോധ പ്രവർത്തനങ്ങളും സജീവമാക്കേണ്ടതുണ്ട്. പ്രധാന നഗരങ്ങൾ, തീരപ്രദേശങ്ങൾ, തീർത്ഥാടന ആരാധനാ കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങി മർമ്മപ്രധാന പ്രദേശങ്ങളിലൊക്കെയും നമ്മുടെ നയപരവും ബുദ്ധിപരവും ശാസ്ത്രീയവുമായ സാന്നിധ്യവും പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കത്തക്കതാക്കുക. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനുണ്ടായ ബോംബ് സ്ഫോടനത്തിലെ പ്രതികളിൽ ആരെയും കണ്ടെത്താനോ അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ ശേഖരിക്കാനോ സാധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗത്തിൽ പ്രസ്തുത സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദേശദ്രോഹികളെ നിയമത്തിനും നീതിപീഠത്തിനും മുന്നിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭീതി അകറ്റാനും പൗരന്മാർക്ക് ആവശ്യമായ സുരക്ഷിതത്വവും നീതിയും ലഭിക്കുവാനും വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ ഈ അവസരത്തിൽ ഞാൻ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുന്നു, പ്രത്യാശിക്കുന്നു. കേരളത്തിലുടനീളം
ഗുരുവായൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട കുറ്റവാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം സജീവമാണ്. എറണാകുളത്ത് നമ്മൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടുണ്ടോ? നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളൊന്നും വന്നിട്ടില്ല സർ. സർ, പൊതുവേ എറണാകുളത്തിന്റെ ഒരു ക്രിമിനൽ ഹിസ്റ്ററിയിൽ തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു പങ്ക് ഇന്നോളം അത്രയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പോലും അത്തരത്തിൽ എത്തിയെങ്കിലും ഇവിടെ കൊട്ടേഷൻ, പിടിച്ചുപറി, മോഷണം, പെൺവാണിപ്പം, ബ്ലേഡ് മാഫിയ, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് ഇതൊക്കെ സജീവമാണ്. പിന്നെ കൊതുകുകളും. അതൊരു പരിധിവരെ ശരിയാണ്. ബട്ട് നമ്മൾ പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിമിനൽസ് നമുക്ക് മുൻപേ നടക്കുന്നു. അവർ കുറ്റകൃത്യങ്ങൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു, പോലീസ് രണ്ടാമതെത്തുന്നു. അവർ ചെയ്തു കഴിഞ്ഞ കുറ്റകൃത്യം ആര്, എപ്പോൾ, എങ്ങനെ ചെയ്തു എന്ന് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള അമേരിക്കയിലായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതെന്ന് നമ്മൾ ഓർക്കണം. സർ, ഗുരുവായൂർ സംഭവത്തിലെ പ്രതികൾക്ക് എറണാകുളം എന്തുകൊണ്ട് ഒളിസങ്കേതമായിക്കൂടാ? ബി അലർട്ട്. സർ. അപ്പൊ നിങ്ങളെ വിളിപ്പിച്ചത് നമ്മുടെ വാർഷിക ആഘോഷത്തെ പറ്റി ആലോചിക്കാനാണ്. വേണം സാർ. എന്തു വേണം? ആലോചന വേണോന്നോ ആഘോഷം വേണോ? ആഘോഷത്തെ കുറിച്ചുള്ള ആലോചനകൾ. അയ്യ, ആഘോഷം എന്ന് പറഞ്ഞപ്പോ എന്താ ആവേശം? ഈ ആവേശം ഒന്നും ജോലിയിൽ കാണുന്നില്ലല്ലോ സൈനുദ്ദീനെ. വർക്ക് ലോഡ് കൂടുതലുള്ള സമയമാണ്. ആഘോഷത്തിന്റെ ഒരുക്കം, പിറ്റൊന്നൊരു ക്ഷീണം തീർക്കല്, ഒരു 3 ദിവസം പോയി കിട്ടും. ഇപ്പൊ അത് വേണോ സാറേ? ഒരാള് കളരിക്ക് പുറത്ത്, വേറൊരാള് കുറുപ്പിന്റെ നെഞ്ചത്ത്. നമുക്കതിന്റെ ഇടയ്ക്ക് നിൽക്കാം. എന്താ സഹദേവ? വർക്കിനെ ബാധിക്കാത്ത വിധത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ സാർ. അതാണ് അതിന്റെ ശരി. ജോലി, വിശ്രമം, വിനോദം, ഒന്നിലും നോ കോംപ്രമൈസ്. എന്തേ? ഇനി ഞാനായിട്ട് എതിര് പറയുന്നില്ല, സാറ് പറയുന്ന പോലെ. ഒരടിപൊളി ആഘോഷം. എന്തേ? അടിക്ക് തല്ലെന്നും തല്ലിന് അടിയെന്നും പറയാറുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി എന്നും അർത്ഥമാക്കാം. അടിപൊളി പാട്ട്, അടിപൊളി സിനിമ, അടിപൊളി ഭരണം. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ എങ്ങനെയൊക്കെ വേണം. സാറൊരു തല്ലിപ്പൊളി സാറാണെന്ന് പറഞ്ഞു വരികയാണ്. എന്റെ ഉമ്മയാണ് സത്യം. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല സാറേ. ഓ ഭാഗ്യം. അപ്പൊ ഞാൻ പറയാം, ഒരു ഫാമിലി ടൂർ എവിടേക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. കാര്യം ആള് കാന്താരി ആണെങ്കിലും നീ ഒരു സുന്ദരിയാണ് കേട്ടാ. ഓ 8-9 കൊല്ലം മുമ്പ് തോന്നാത്തതാ നിങ്ങൾക്ക് ഇപ്പൊ. പണ്ട് ഞാൻ ഒട്ടും കള്ളം പറയില്ലായിരുന്നു. അന്ന് എനിക്ക് വീണ്ടും വിചാരമില്ലായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ. അമ്മയുടെ കണ്ണില് കരട്. അതെ അതെ. അതെ. എന്താ മോളെ? അവിടെ അച്ഛമ്മ മുഖം ഉയർത്തിരിക്കാം. അച്ഛമ്മ പിണക്കോ അത്രേ. എന്തേ? വരുന്നില്ല അത്രേ. ഇക്കാലം വരെ പറഞ്ഞിട്ടും ഗുരുവായൂരൊന്ന് കൊണ്ടുപോയില്ലെന്ന്. ആണോ? നിങ്ങളുടെ അമ്മയെ പോലെ അല്ല മക്കളെ എന്റെ അമ്മ. അതെ, കുടുംബത്തിൽ പറഞ്ഞതാ. അല്ല പിന്നെ ഞാൻ പോയ തീയിലൊന്നും. അമ്മക്ക് എന്തേ വയ്യേ? ഈശ്വരൻ എത്തിച്ചിട്ട് എനിക്ക് ഒരു വയ്യാഴിയില്ല കേട്ടോ. പിന്നെന്തേ ഒരുങ്ങിയില്ല? എങ്ങടാ? നമ്മുടെ ടൂറ്, കമ്പനിന്ന് എല്ലാരും കൂടി ഫാമിലി. ഓ, നാട് കാണാൻ നടക്കുന്നു. എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു. അയ്യോ, അമ്മക്കിന്ന് രാവിലെ പെട്ടെന്ന് വയസ്സായ. വയസ്സായി. അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എനിക്കൊന്ന് ഗുരുവായൂർ പോണെന്ന്. അതിനൊക്കെ ഇവിടെ ആർക്കാ നേരം? ടൂറല്ലേ, ടൂറാ. എന്റെ ലക്ഷ്മിയമ്മേ, കമ്പനിന്ന് ഒരു ടൂർ തുടണ്ട. അത് ഗുരുവായൂരിലേക്ക് ആക്കാൻ പറ്റും അമ്മേ. അത് നമുക്ക് വേറെ പോവാം. ഓ, ആ പരിപ്പ് എന്തത് തന്നെ. ഞാൻ ആ വെള്ളം അടുപ്പത്തൊന്ന് ഇറക്കി എന്റെ പൊന്നു മോനെ. എത്രയായി അമ്മ പറയാൻ തുടങ്ങിയിട്ട്. ഞാനും ആഗ്രഹിച്ചതാ. മനോഹരേട്ടന്റെ പേരിലും മക്കളുടെ പേരിലും ഒക്കെ വഴിപാടൊക്കെ ഉണ്ട് അത്രേ. ഓ, ഇതാ നന്നായത്. ഇത് ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിൽ വിദേശ ഇടപെടലുകളൊന്നും വേണ്ട. എന്ന് വെച്ചാ നിങ്ങൾ അമ്മയും മക്കളും ഇവനടക്കം ആരും ഇടപെടണ്ടെന്ന് അർത്ഥം. അമ്മ കണ്ടു, അടുത്ത ആഴ്ച അമ്മയും കൊണ്ട് ഗുരുവായൂർ പോയിട്ട് വേറെ കാര്യം. വിനോദയാത്രകൾ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും. മമ്മൂക്ക കൂടെ കൂടെ ദുബായ്, അമേരിക്ക, യൂറോപ്പ് ഒക്കെ വിനോദയാത്ര പോവല്ലേ? കണ്ടിട്ടില്ലേ? ഇപ്പോഴും എന്തൊരു ചെറുപ്പാ. ഇവിടെ ഇപ്പൊ ആർക്കും ഒരു ആരോഗ്യ കുറവുമില്ല. പോയിട്ട് വന്നോളൂ. മക്കളെ നല്ലോണം നോക്കണം കേട്ടോ. നീയും കണ്ട വെള്ളത്തിലൊക്കെ കുളിക്കാനും കണ്ണീ കണ്ടതൊക്കെ വാരി തിന്നാനും നിക്കണ്ട കേട്ടോ. അച്ഛൻ ചെറിയ കുട്ടിയാ? എനിക്ക് എന്റെ കുട്ടി എന്നും ചെറിയ കുട്ടിയാ. എന്നിട്ട് അമ്മ ഉമ്മാച്ചേ? മനോഹരനാണോന്ന് ചോദിച്ചാലാണ്, അല്ലാന്ന് പറഞ്ഞല്ല. കാലത്ത് കണ്ടപ്പോ ഞാനൊന്ന് കിടുങ്ങിപ്പോയി. ആരായാലും വിശ്വസിച്ചു പോകും. കണ്ണങ്ങനെ മൂക്കിങ്ങനെ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്ന ഒരു മുഖച്ഛായ. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഏതായാലും ആള് ഫേമസ് ആയി. എത്തിയല്ലോ. മനോഹരോ, നല്ല ആയുസ്. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു.
ഇത്രയും കാലം കണ്ണി കണ്ട ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുത്തു കൂട്ടിയിട്ടും സമ്മാനമൊന്നും അടിച്ചില്ലല്ലോ എനിക്ക്. നാളെയാണ് നാളെ, നാളെയാണ് മറ്റന്നാൾ എന്നൊക്കെയല്ലേ അവർ വിളിച്ചു പറയാറ്. എന്തെങ്കിലും ഒരു ബമ്പർ അടിക്കായിരിക്കും. ബമ്പറല്ലേ അടിച്ചിരിക്കണത്? എന്താ? അതെ, ഇടയ്ക്ക് പത്രമൊക്കെ നോക്കണം. എന്നാ എവിടെ? പറഞ്ഞു കൊടുത്തവർക്ക് അവിടെ ഇവിടെയൊക്കെ തെറ്റിട്ടുണ്ട്. എന്നാലും ഒപ്പിക്കാം. അവിടെ ആരും ഇല്ലേ? നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ മനുഷ്യ? ആരെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കുന്ന സഹിക്കില്ലേ? ആര് പറഞ്ഞെന്റെ കനകം ആ മരങ്കോണം മനോഹരന് മനസമാധാനം ഉണ്ടെന്ന്? തീരാത്ത സംശയങ്ങളാ തലയില്. ഒരു പട്ടിയും പൂച്ചയാവും വഴിക്ക്. ഇത്ര സെൽഫിഷ് ആയിട്ട് ഒരുത്ത പേടിത്തൊണ്ട്. അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ലല്ലോ. നിങ്ങൾ വന്ന് കാപ്പി കുടിക്കാൻ നോക്ക്. പക്ഷെ അവന്റെ കാര്യത്തിൽ ഞാനൊന്ന് ഇടപെടേണ്ടി വന്നേക്കും. ഈ രേഖാചിത്രം നല്ലൊരു വടിയാ. അതിട്ടവന്റെ മർമ്മത്ത് ഞാനൊന്ന് കൊട്ടും. ഈ സുബ്രഹ്മണ്യം പോറ്റിയെ കാണാൻ അവൻ ഈ മുറ്റത്ത് വന്നിരിക്കും. എന്നെ വില വെക്കാത്തൊരുത്തരം. പക്ഷെ ആ കുട്ടി, അവന്റെ വൈഫ്, മതി മതി. ആ പെണ്ണുമ്പിള്ള അതിലേറെയാ. അങ്ങേര് പകല് നോക്കി രാത്രി എന്ന് പറഞ്ഞാൽ അവക്ക് രാത്രിയാ. അതങ്ങനെ തന്നെ വേണം. അല്ലാതെ എല്ലാരും നിന്നെ പോലെയാണോ? കെട്ടിയ പുരുഷന്റെ തലയിലല്ല കയറിയിരിക്കേണ്ടത്, തറയിലാ. ഈ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആ കുട്ടിയെ ഈ കാര്യത്തിന്റെ ഗൗരവം ധരിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? അവിടെ ഒരാൾക്ക് അവനവന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ, ഇവിടെ ഒരാൾക്ക് കണ്ടവരുടെ കാര്യത്തിലും. കഷ്ടം. ലക്ഷ്മിയമ്മേ, അമ്മ അടുക്കളയില്. വേണ്ട, വിളിക്കണ്ട. ഇവിടെ ഏതാ പത്രം? എന്തേ? ദേ ഇത് കണ്ടോന്നറിയാനാ. നമ്മുടെ മനോഹരനപ്പോൾ തന്നെ ഉണ്ട്. അത്ഭുതമായിരിക്കുന്നു. പക്ഷെ ഈ പുള്ളിക്കാരൻ നമ്മുടെ കക്ഷി പോലെ അല്ല കേട്ടോ. ആള് തീവ്രവാദിയാ. ബോംബ് വെപ്പാണ് ഹോബി. കേറിയിരിക്കുന്നു. വേണ്ട, കണ്ടപ്പോ ഞാൻ ആദ്യം ഒന്ന് അമ്പരുന്നു. ഒരാളെ പോലെ 8-9 പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ടേ. പക്ഷെ ഇങ്ങനെ ഉണ്ടോ ഒരു റിസംബ്ലൻസ്? നേരിട്ട് കണ്ടാ നിങ്ങൾക്ക് പോലും ആള് മാറിപ്പോ. എനിക്ക് അങ്ങനെ ആള് മാറില്ല പോറ്റി സർ. അത് നേരാ. ഞാൻ വന്നത് അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. മിസ്റ്റർ മനോഹരന് ആരുമായി അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് കുട്ടിയെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. DIG നാരായണൻ പോറ്റിന്റെ കസനാ. ഇതിലിപ്പോ എന്താ ഇത്ര കാര്യമുള്ളത്? അത് നേരാ. നമ്മുടെ ADM ഈശ്വരൻ പോറ്റി എന്റെ ചെറിയച്ഛന്റെ അളിയനാ. അല്ല, ഇതിലൊക്കെ എന്താ ഇത്ര കാര്യം? എന്താ കുഞ്ഞെ, അയാൾ അവിടെ പോറ്റി ഇവിടെ പോറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ? ഓ, അയക്ക് എന്തെങ്കിലും പറഞ്ഞ് മുറ്റത്തൊന്ന് വരണം. അല്ലാതെന്താ? ഭാഷളൻ. ഹൗസിംഗ് ലോൺ എത്ര കിട്ടുമെന്നൊരു നിശ്ചയില്ല. ആർക്കാ? എനിക്ക്. ചിലപ്പോ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു പേഴ്സണൽ ലോണിന് വേണ്ടി സാറൊന്ന് സഹായിക്കേണ്ടി വരും. ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ. അതിനിപ്പോ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ, കമ്പനിയിൽ നിന്നല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും. ആ 3 സെന്റ് സ്ഥലവും വീടും എന്റെയും വീട്ടുകാരുടെ ഒരു സ്വപ്നമാണ്. മാറി താമസിക്കാൻ ഇന്നോ നാളെയെന്ന് വെച്ച് കാത്തിരിക്കണം അമ്മയും പാനും. സ്വപ്നം എല്ലാം ഓരോരോ സ്വപ്നങ്ങൾ. ഞെട്ടിയുണരുമ്പോൾ കൺമുന്നിൽ യാതൊന്നുമില്ലാത്ത ശൂന്യത, ഇരുട്ട്. അതങ്ങനെയാണ് ജീവിതം. മനസ്സിലായ? സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല സാർ. അതൊരു നിലയ്ക്ക് ഭാഗ്യാടോ. ഒന്നും മനസ്സിലാവാതിരിക്കുക, മനസ്സിലാക്കാതിരിക്കുക. മനസ്സിലായി വരുംതോറും ഒക്കെ വേദനകളാണ്. അവനവനെ പോലും മനസ്സിലാവാതെ ജീവിക്കാൻ പറ്റിയ അത് മഹാഭാഗ്യ. ഉദാഹരണത്തിന് തന്നെ പോലെ. ഗുരുവായൂർ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. ഈ ചിത്രത്തിൽ കാണുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന തന്നെ പോലെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നോക്ക്, തന്നെ പോലെ ഒരുത്തൻ TV-യിൽ. പോലീസ് വൃത്തങ്ങൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ തീവ്രവാദികൾ ഇതിനായി തിരഞ്ഞെടുത്തത് രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനും ഇത് കൊള്ളാലോ തമാശ. തന്റെ തലയെടുത്ത് അങ്ങനെ തന്നെ TV-യിൽ വെച്ച പോലെ. പോലീസ് അന്വേഷണ വിഭാഗം. എന്റെ കർത്താവേ, ഞാൻ കുടിച്ചത് കൂടിപ്പോയോ? അതോ ഇനി ബ്രാൻഡ് മാറിയോ? ഭീകരപ്രവർത്തനങ്ങളെ എടോ, ഞാൻ കാണുന്നത് സത്യം തന്നെയല്ലേ? ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് ഓരോരുത്തന്മാർക്ക് പേരും പെരുമയും വരുന്ന വഴികളെ. കേരളം തീവ്രവാദത്തിലെ മണ്ണായി മാറുകയാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭ വ്യക്തികൾ ഉത്കണ്ഠപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ വധത്തൊട്ട് ഇങ്ങോട്ട് താനല്ലാന്ന് ലോകത്താരും പറയില്ല.
ഗുജറാത്ത് കലാപം തുടങ്ങി സൂക്ഷിക്കണേ. ആറാട് കൂട്ടക്കൊല വരെ ബോംബാ വെച്ചത്. രാജ്യത്തിന് വൻ ഭീഷണിയെ അതും വളർത്തിയിരിക്കുന്ന ഗുരുവായൂർ. ഇത്തരം സംഭവങ്ങളെ ഗുരുവായൂർ ഒരു സോപ്പ് വേണം. ഏതാ? അങ്ങനെയൊന്നുമില്ല, ഏതായാലും മതി. ആ പത്രങ്ങൾ അധികവും ബാക്കിയാവാൻ അവര് പറയാം അത്ര ലക്ഷം കോപ്പി ഇത്ര ലക്ഷം കോപ്പി എന്നൊക്കെ. തലേനാള് ടി വി കണ്ടതൊക്കെ തന്നെയാ പിറ്റേന്ന് പത്രത്തിൽ വായിക്കുന്നതൊക്കെ. വേറെ ഏതെങ്കിലും പത്രം? കുറച്ചു നേരം കൂടെ എന്നാ നാളത്തെ പത്രം തരാം. മനോഹര, ആരും സഹായത്തിന് വരില്ല, ഈശ്വരൻ പോലും. രാംദാസ് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? പിന്നെ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞ് എന്ത് കിട്ടിയടോ? ആ കാശ് കൊണ്ട് വീടും സ്ഥലമല്ലേ? ബാക്കി ഇനി എത്ര പണം പുറത്തിറക്കാനുണ്ട്? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. വെറും സംശയത്തിൽ കാടടച്ച് വെടിവെക്കില്ല ഞങ്ങൾ. സമുദായത്തെ ഒറ്റുകൊടുത്ത ശത്രുവാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് നീ വെളിച്ചം കാണില്ല. 10,000-കണക്കിന് കണ്ണുകൾ നിന്റെ പുറകെയുണ്ട്. ഞാനൊന്നും വേണ്ട. തീയില്ലാത്തൊരു പുകയില്ല മനോഹര. പക്ഷേ ഇത് വെറും തീയല്ല, കാട്ടുതീയ. കരിഞ്ഞു പോകും നീ. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനേക്കാൾ ബസ് തന്നെയാ നല്ലത്. അല്ല, ബസ് തന്നെയാ നല്ലതെന്ന് പറയാ. അതില് KSRTC-യേക്കാൾ പ്രൈവറ്റ് ബസ്സാ ബെസ്റ്റ്. പോയാ കാര്യം പറയാൻ നിൽക്കില്ലാന്ന് വെച്ചാ AC സെമി എവിടെ AC സെമി സ്ലീപ്പർ പുഷ് ബാക്ക്. അവിടെ ചെല്ലുമ്പോ ക്ഷീണം ഉണ്ടാവേ ഇല്ല, ഫ്രഷ് ആയിരിക്കും. ആരാ അവിടെ? നമ്മുടെ അച്ഛൻ പാലക്കാടാ ഉള്ളത്. അതുകൊണ്ടല്ലേ ചേച്ചി ഞാൻ എറണാകുളം പിടിച്ചത്. സിനിമയിൽ കയറാൻ എളുപ്പമുണ്ട്. പുതിയ കോടമ്പാക്കല്ലേ. നീ ഈ ബാഗ് എടുത്ത് സഹായത്തിന് ഇറങ്ങിയപ്പോഴേ എനിക്ക് കല്ല് കടിച്ചതാ. ഡയറക്ടർ കമൽ സാർ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിന്റെ പടത്തിലൊരു സീൻ, ഒരൊറ്റ സീൻ, പിന്നെ ഈ ജീവൻ മലയാള സിനിമയുടെ ജീവനാടിയാവും. ഈ 500 രൂപ 50 ലക്ഷമായിട്ട് തിരിച്ചു വരും. ഞാൻ വർക്കൗട്ടാവും. ഇനി ഇവിടെ നിന്നാ ഈ കാര്യം അളിയാൻ അറിഞ്ഞാ ഞാൻ ഗെറ്റൗട്ടാവും. അപ്പൊ തിരുവനന്തപുരത്ത് എന്നിട്ട് വിളിക്കാം. ഓക്കെ? ഓക്കെടാ മോനെ, നീ രക്ഷപ്പെടാ. ഓക്കെ, പോയി വാ. പിടിയാന പിടിയാന. അമ്മ അവിടെ കൊറേ സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് വീട്ടു സാധനങ്ങളല്ലേടി? അല്ലേ അച്ഛാ? അതെ.
ഇത് കൊള്ളാം. എന്താ വില? 20 രൂപ. ഇത് മതി. വാ പോകാം പെട്ടെന്ന്. മനോരട്ട കാശ് കൊടുത്തിട്ടില്ല. അന്തം വിട്ട് നിൽക്കാതെ വേഗം വാ. നമ്മൾ അതൊക്കെ പിന്നെ പോവാം. അപ്പൊ സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ പോകാം, പിന്നെ പോവാം. എന്താ? വയറിനെന്തോ നല്ല സുഖമില്ല, ഒരു ക്ഷീണം. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോ നീ? ഇഞ്ചി കുത്തിപ്പിഞ്ഞ് തരട്ടെ? ഏയ് ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. എൻ്റെ ഒരു തോന്നലുകളാ. എന്തേ? എന്തേ? ഇത് കഴിഞ്ഞിട്ട് സൈലൻസർ നോക്കും. ശരി സാർ. കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുക, അത് ഉറങ്ങാതിരുന്ന് സ്വപ്നം കാണുക. ഇന്നലെ ഫ്രീ സർവീസ് കഴിഞ്ഞു പോയ പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ വണ്ടിക്ക്
എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നും പറഞ്ഞ് അവര് വിളിച്ചിരുന്നു. താൻ കൈവച്ചതായത് കൊണ്ട് ഞാനൊന്ന് ബലം പിടിച്ചു, അങ്ങനെ വരില്ലല്ലോ എന്ന്. പക്ഷേ സംഗതി നേരെ. പതിവ് സന്ദർശനത്തിന് തന്നെ ഇന്നലെ വീട്ടിലേക്കും കണ്ടില്ല. എന്താടോ? എന്തോ നല്ലൊരു സുഖമില്ല സാർ. വൈകിട്ട് 2 എണ്ണം വീശ, എന്നിട്ട് മനസ്സ് തുറന്ന് 4 വർത്തമാനം മനസ്സിന് ഇണങ്ങിയവരോട് പറയാ. ഒറ്റക്കെടുത്തം. പിറ്റേന്ന് കാലത്ത് ജഗജഗാന്നിരിക്കും. തന്നെ അതിനും കൊള്ളില്ലല്ലോ. വർക്ക് തീർത്തു കൊടുത്ത വണ്ടിക്ക് കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞ യന്ത്രങ്ങളല്ലേ, കേടുവരും. മനുഷ്യന് അസുഖം വരുന്നില്ലേ? താൻ പോയി ഒരു ഡോക്ടർ. അല്ല, അത് ഒരതും ഇതും ഇല്ല. വെച്ച് താമസിപ്പിക്കണ്ട. ചെല്ല്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. തന്റെ ഫ്യൂസ് പോയോ? എന്ത് പറ്റിയടോ? എന്തേലും കാര്യം കാണും. ഹലോ. ഞാൻ ചാവക്കാടുന്ന് കോയാണ്. അല്ല മാഷെ, പത്രത്തിൽ ഫോട്ടോ വരച്ചു കൊടുത്തിരിക്കണുണ്ട്. കോയക്ക, അത് അല്ല, നമ്മുടെ മക്കള് വരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തൊക്കെ ഒപ്പിച്ചിട്ടാ തിരിച്ചു വരാന്ന് പറയാൻ പറ്റാത്ത കാലാണ്. അറിയാലോ, ഒരു കണക്കിലും രേഖയിലും പെടുത്താൻ പറ്റാത്ത ഉറുപ്പ്യ 2 ലക്ഷം നിങ്ങക്ക് തന്നത്. നമ്മളെ ചിറ്റിക്കരുതിട്ടാ. എന്തെങ്കിലും പുലിവാലുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പൈസ ഒന്ന് തീർക്കാന്ന് ഓർമ്മയാക്കിയെന്ന് മാത്രം. എടോ, വണ്ടി എടുത്ത് മാറ്റോ. തന്നോട് പറഞ്ഞേ, ഇവനൊന്ന് ചെവി കേട്ടൂടെ? എവിടുന്ന് വരുന്നോ? എന്താടോ ഇത്? താൻ നടുറോട്ടിൽ നിന്ന് സ്വപ്നം കാണോ? മനുഷ്യനെ മെനക്കെടുത്താൽ എടുത്തോണ്ട് പോടോ. നേരത്തെ എന്താടാ? എന്താ നിനക്ക് പറ്റിയത്? ചോദ്യങ്ങൾ എല്ലാവർക്കും, ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ. ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ കേൾക്കേണ്ടത്? അമ്മേ, മനോഹരേട്ടാ, അച്ഛാ, ഇന്നെങ്കിലും ഫിംഗർ മുള്ളിനെ പിടിക്കുവച്ചാ പറയച്ചാ. മുയലിനെ സിംഹം
സിംഹം പിടിക്കാറായോ? വേണ്ട. മുയൽ ഓടി ഓടി ചെന്ന മുയൽ ഒരു ഗുഹയിലേക്ക് ഓടിക്കയറി. സിംഹങ്ങൾ അങ്ങനെയാ, കൊല്ലും. എന്തേ? എന്താ മനോഹരേട്ട മനസ്സിൽ പറയാ? എന്താ? അവരെന്നെ കൊല്ലും. ഈശ്വര, മനോഹരേട്ട ആരെ കുറിച്ച എന്തൊക്കെയായി പറയുന്നത്? ഞാൻ കാരണം നിങ്ങളും. പിടിച്ചു നിൽക്കാൻ നോക്കും, ആവുന്നത്ര. പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും എന്താണ് ഒളിച്ചു കളിക്കാൻ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? എന്തേ പെട്ടെന്ന്? പൈസ തരായോ? അല്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്നാവാൻ എന്താ? പൈസ ഇടിയായ റൈസർ അല്ല ബൈജു? ഇന്നൊരു 100 കൂട്ടം ജോലിയുള്ള ദിവസമാണ്. ഉടനെ കാണണമെന്ന് പറഞ്ഞപ്പോ ഓടിച്ചാടി വന്നതാ. കാശ് കിട്ടിയോ? കാശ് കിട്ടണമല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മമ്മാലിക്ക, വെറുതെ നേരം കളയാനാവൂന്ന്. വെറുതെ അല്ല, ഇനി ഒന്നും നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. അതെന്താണോ ഈ ഹിമാലയത്തിൽ സന്യാസിയാവാൻ പോവാ? ഈ വീട് ഞാൻ അത്രയും ആഗ്രഹിച്ചതാ. അമ്മയ്ക്കും ഭാനുവിനും മക്കൾക്കും കയറി കിടക്കാൻ ഈ വീട് വേണം മമ്മാലിക്ക. അവർക്ക് കയറി കിടക്കാൻ വീട്, നീ പിന്നെ പരപ്പുറത്താ കിടക്കണേ. നിനക്ക് എന്തായി പോയി മനോഹര? ഒന്നുമില്ല, പറഞ്ഞു മാത്രം. മനുഷ്യന്റെ കാര്യല്ലേ. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബം ഇല്ലായ്മകൾ അറിയരുത്. മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ തൃപ്തികരമായ സ്ഥിതിക്ക് ഞങ്ങളുടെ വാല്യൂറ്റർ വന്ന് വീട് സ്ഥലവും കണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് ലോൺ തരുന്നതിൽ താമസമില്ല. ഓ, താമസിപ്പിക്കരുത് സാർ. വേഗത്തിലാവണം. എത്രയും വേഗത്തിലാക്കി തരണം. ഞാൻ ചില പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നങ്ങൾ? അല്ല, ഈ വീട് മാറാത്തതിന്റെ വൈകുന്തോറും പ്രശ്നങ്ങളാണ് സാർ. ഹലോ, അതെ. പറയൂ. അത്തരം പേപ്പേഴ്സ് ഒന്നും യാതൊരുവിധ ഡിലേയും വരുത്താറില്ല ഞങ്ങളെ. മറ്റു ബാങ്കുകളിൽ നിന്നും ഞങ്ങളെ നേരിട്ട് നിർത്തുന്നു.
നിമിഷം വെയിറ്റ് ചെയ്യണേ, ഞാൻ ആ ഫയൽസ് നോക്കിക്കോട്ടെ. സപ്പോസ് ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഞാനില്ലേ, നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്നേ. ഓക്കെ ഓക്കെ. ആ മിസ്റ്റർ മനോഹരൻ, നിർബന്ധമായും വലിയൊരു മുറ്റം വേണം. നമ്മുടെ മോക്ക് ഓടിക്കളിക്കാൻ സ്ഥലം തികഞ്ഞില്ല എന്നൊരു പരാതി നീയും പറയരുത്, അവളും പറയരുത്. മോളാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചോ? മോള് മതി. വൈകി വരുന്ന ആളായതുകൊണ്ട് മോനാണെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ആണായാലും പെണ്ണായാലും എന്റെ ഈ പെണ്ണിനെ വല്ലാതെ തൊന്തരവാക്കാതെ ഒന്ന് വന്ന് കണ്ടാ മതി എന്റെ ഈശ്വര. എനിക്ക് ഇത്തിരി റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. ഡിവൈഎസ്പി പേടി വൈഎസ്പി ആയത്. പേടിയാണ്, ഭാര്യ പേടിയല്ല, ഭാര്യയുടെ പ്രസവം. അക്കാര്യത്തിൽ ഏത് കൊലക്കൊമ്പനും ഒരു പേടി ഉണ്ടാവും. ഭാര്യ പ്രസവത്തിന് കയറിയ ലേബർ റൂമിന് പുറത്ത് കൂട്ടിലിട്ട വെരുകിനെ പോലെ 4 ചാല് നടക്കാത്ത ഒരു വീരനും ശൂരനും ഇല്ല. ആ ഹലോ, ഓവർസീസ് ബാങ്കിൽ നിന്നാണ്. ഡിവൈഎസ്പി രഘുനന്ദൻ സാറിന്റെ നമ്പർ അല്ലേ? യെസ്, രഘുനന്ദനാണ്. എന്താ സർ, ഞങ്ങളുടെ ബാങ്കിൽ ലോൺ ആവശ്യത്തിന് വന്ന മിസ്റ്റർ മനോഹരൻ ആ ഗുരുവായൂർ ബോംബ് സ്ഫോടന കേസിൽ പുറത്തുവിട്ട രേഖാചിത്രത്തിൽ കണ്ട ഫിഗർ പോലെ തോന്നിച്ചു. തന്നെയുമല്ല, ഞങ്ങളുടെ സ്റ്റാഫ് ആരോ ശ്രദ്ധിക്കുന്നു കണ്ടപ്പോ എസ്കേപ്പ് ചെയ്തു. ഓഹോ, അയാളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും തരാൻ? ഉണ്ട് സർ, ഞങ്ങളുടെ ഫയലിലുണ്ട്. നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ വർഗീസ് എബ്രഹാം? അതെ. ഞാൻ ഡിവൈഎസ്പി രഘുനന്ദനൻ. മനസ്സിലായി. വരൂ, നമുക്ക് ഓഫീസിലിരിക്കാം. വേണ്ട സാർ, ഞാൻ താങ്കളെ കണ്ടൊരു കാര്യം തിരക്കുന്നതിന് വേണ്ടി. പറയൂ സാർ, എന്തു വേണം? മിസ്റ്റർ മനോഹരൻ ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? അതെ. ഞങ്ങൾ ഈ പോലീസുകാർ പൊതുവെ സംശയരോഗികളാണ്. സംശയത്തിന്റെ വഴിയിലൂടെ സത്യത്തിലേക്ക്. ഇപ്പറഞ്ഞ മനോഹരനും ഈ ചിത്രവുമായിട്ട് എന്തെങ്കിലും റിസംബ്ലൻസ്? എവിടെയൊക്കെയോ അങ്ങനെ തോന്നാതിരുന്നില്ല. എന്നാലോ അല്ലെന്നും പറയാം. അല്ല, എല്ലാം ഓരോരോ തോന്നലുകളാണല്ലോ. അതെ, അങ്ങനെ ആർക്കോ തോന്നിയെന്നറിഞ്ഞപ്പോ ലോൺ ആവശ്യത്തിന് ചെന്ന ബാങ്കിൽ നിന്നും അയാൾ സ്ഥലം വിട്ടുന്ന്. ഉവ്വോ, ഇതിനു മുമ്പ് അവൻ അവിടെ പോയതാണല്ലോ. പിന്നെ എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത്? ഈ ചോദ്യം ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ഗൗരവമുള്ളതാണ് സർ. അറിയാലോ, എറണാകുളത്തല്ല, കേരളത്തിലല്ല, ഇന്ത്യക്കകത്തും പുറത്തും ലോകത്തെവിടെയും വേരുകളുള്ള ടെററിസം എന്ന ഉത്സവത്തിന്റെ വെടിക്കെട്ടുകളാണ് ഈ പൊട്ടുന്നതൊക്കെയും. സാമ്പിളുകൾക്ക് പുറകെ യഥാർത്ഥ വെടിക്കെട്ടുകളും ഉണ്ടാവുമെന്നാണ് അവരെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അവനിന്ന് ജോലിക്ക് എത്തിയിട്ടില്ല. ഇനി വീട്ടിലെങ്ങാനും. ഏറ്റവും ശക്തവും ദൃഢവുമെന്ന് ഓരോരുത്തരും വിചാരിക്കുന്നതും എന്നാൽ ചീട്ടുകൊട്ടാരം പോലെ തകരാവുന്നതുമാണ് ഓരോ കുടുംബത്തിന്റെയും സമാധാനം. എന്തെങ്കിലും ഊഹാഭോഗത്തിന്റെ പേരിൽ ഞങ്ങൾ പോലീസുകാര് ഒരു വീട്ടിലൊക്കെ കയറി ചെന്ന് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതാണ് എനിക്കിഷ്ടം. അയാളുടെ കയ്യിൽ സെൽഫോൺ ഉണ്ടെന്നറിയാം. ഞങ്ങൾ വിളിക്കുന്നതിനേക്കാളും താങ്കളുടെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചു തന്നാൽ. അത് ശരിയാ, വളരെ ശരിയാ. സംസാരിച്ച സംശയം തീർന്നല്ലോ. സാർ, താൻ ഇത് എവിടെയാണോ? ഇവിടെ ഒരു ലീവ് പോലും കൊടുക്കാതെ. അത് ഞാൻ വേറെ ചില കാര്യങ്ങൾ. എന്ത് കാര്യങ്ങള്? എന്തായാലും അതൊക്കെ ഒന്ന് വെട്ടി തുറന്ന് പറഞ്ഞൂടെ? ദേ, നിന്നെ ഫോണിലെങ്കിലും ഒരാൾക്ക് കിട്ടണമെന്ന്. ഇതാ കൊടുക്ക. ഹലോ, മിസ്റ്റർ മനോഹരൻ അല്ലേ? അതെ, ഞാൻ ഡിവൈഎസ്പി രഘുനന്ദനാണ്. ഹലോ മനോഹരൻ. ഹലോ 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 മനോഹരൻ. മനോഹരൻ, കേട്ടില്ലേ? ഇവനിത് എന്ത് പറ്റി എന്റെ കർത്താവേ? ആ പേരിലാണല്ലോ എല്ലാം. ഭൂമിയിലെ സമാധാനത്തിനു വേണ്ടി കർത്താവേ, ഈശ്വര, അല്ലാ എന്നൊക്കെ നമ്മൾ മനുഷ്യന്മാരെ വിളിക്കുന്ന അതേ ദൈവത്തിന്റെ പേരില്
ഭൂമിയിലെ സമാധാനം കെടുത്തുന്ന ഭീകരരുടെ പട്ടികയിൽ പേരെഴുതപ്പെടാൻ മാത്രം ഈ പറഞ്ഞ മനോഹരൻ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ അയാൾ എന്തോ ഒളിക്കുന്നു, ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. അത് ഞങ്ങളെ കൂടുതൽ അയാളിലേക്ക് അടുപ്പിക്കും. ഒരു സംശയത്തിൽ എപ്പോഴും അരസത്യമുണ്ട് സർ. ഇത് അപകടമാണ്. ബന്ധപ്പെട്ട എല്ലാവർക്കും. അബ്രഹാം സാർ ഇങ്ങോട്ട്. മനോഹരൻ എന്തിയേ? അക്കാര്യം ഒന്നും അറിയാനാ വന്നത്. ഇങ്ങോട്ട് വരികയോ വിളിക്കുകയോ എന്തെങ്കിലും ഉണ്ടായോ? എന്തേ? അല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. അത് ഏറ്റുപിടിക്കാൻ ആളും ഉണ്ടാവും. പക്ഷേ നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ? എന്താ സാർ? ഏയ് ഒന്നുമില്ല. ചില യന്ത്ര തകരാറ്. മനുഷ്യന് ജോലിയാവാൻ അത് മതി. അതിപ്പോ കമ്പ്യൂട്ടർ ആയാലും ശരി, റോക്കറ്റ് ആയാലും ശരി, പിശക് പറ്റാം. പിന്നെ പോലീസ്, അവരുടെ കാര്യം പറയാനില്ലല്ലോ. ദേ പോണു ഞാനെന്നും പറഞ്ഞ് നിങ്ങളെ പിടിക്കാൻ വരും. സാരെന്താ പറഞ്ഞോണ്ട് വരുന്നത്? വരണം പറയണം എന്ന് വിചാരിച്ചതല്ല ലക്ഷ്മിയമ്മേ. ഈ ഇടയായിട്ട് കണ്ടോർക്കും കേട്ടോർക്കും തമാശയാണെങ്കിലും പത്രത്തിൽ വന്നൊരു രേഖാചിത്രം നമുക്ക് എല്ലാവർക്കും ഒരു തലവേദനയായി വളർന്നിട്ടുണ്ട്. അവനായിട്ട് അത് വളർത്തുന്നുണ്ട്. കമ്പനിയിൽ പോലീസ് വന്നിരുന്നു. അവൻ ഇന്ന് അങ്ങോട്ട് വന്നതുമില്ല. എന്റെ ഈശ്വര! എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കും. പിന്നെ പോലീസ് വരും, പേടിക്കണ്ട. അയ്യോ എന്റെ മോനെ, എന്റെ കുഞ്ഞ്. അയ്യോ എനിക്ക് വയ്യ. മോളെ, എന്റെ മോനെ. എന്റെ കർത്താവേ. ഒരു മനുഷ്യജീവികളോട് മനസ്സ് തുറന്ന് ഒന്നും പറയില്ല. ഒരു മനുഷ്യന്മാരെയും കണ്ണിന് നേരം അവനെ കണ്ടും കൂടാ. നല്ല കാലത്ത് 4 ആളെ കരുതി വെക്കണം, ദോഷകാലത്ത് അയ്യോ പാവെന്ന് പറയിപ്പിക്കാൻ. അതിനാരെങ്കിലും ഉണ്ടോ അവന്? നിന്നെ ഓർക്കണ്ട, ഈ കുഞ്ഞുങ്ങളെ ഓർത്തോ? ഓർത്താ ഇട്ടറിഞ്ഞ് പോകാൻ പറ്റുമോ? കുത്തും കൊലയും ഭൂലോക കള്ളത്തരങ്ങളും ചെയ്തിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ ആളുകൾ ജീവിക്കണ ഈ നാട്ടിലെ വീടും കുടുംബവും ഉള്ള തൊഴിലും കളഞ്ഞ് എവിടെ പോവുക ഒരുത്തൻ? എന്തിനാത്? അപ്പൊ എന്തോണ്ട്? എവിടെയാ എന്താന്നറിയാത്ത എന്റെ കുട്ടിയെ പറ്റി ഭാനുവിന്റെ അച്ഛൻ എന്താണാവോ പറഞ്ഞുണ്ടാക്കി കൊണ്ടുവരുന്നത്? നാടൊട്ടയ്ക്ക് എന്താണോ പറഞ്ഞു കേൾക്കുന്നത്? അതിലേറെ ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അത് ഈശ്വരൻ പൊറുക്കുകയില്ല. ലക്ഷ്മിയമ്മേ, കാലക്കേടിലെ തൻകാര്യം നോക്കാന്ന് കരുതരുത്. പോലീസും പട്ടാളവും നാട്ടുകാരുടെ കുത്തിച്ചോദ്യങ്ങളാ ഇവിടെ. ഇവളെയും മക്കളെയും കുറച്ച് ദിവസം പാലക്കാട് കൊണ്ടുപോയി നിർത്തിയാലോ എന്ന് വിചാരിക്കുക. ഇല്ല, ഞാൻ വരില്ല. ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും കുടുംബം നോക്കാൻ നടക്കുന്ന ഒരാളല്ല. ഈ വീട് ഞങ്ങളെയും തലയിൽ ചുമന്ന് ശ്വാസം മുട്ടിയാലും ചിരിക്കണ മനോഹരേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളൂ. 100 ആളെ കൊന്നു മനോഹരേട്ടൻ ഓടിക്കേറുമെന്ന് പറഞ്ഞോട്ടെ. അതിനുള്ള നരകം ആരാന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്തോട്ടെ. ഞാനും പോവാ കൂട്ടത്തില്. എന്റെ കുട്ടികളുടെ അച്ഛനാത്. കണ്ണിമ തെറ്റാതെ ആ നെഞ്ചത്തിട്ട് പോറ്റണ അച്ഛൻ. ഞാനും അച്ഛനാ. നീയെ നിന്റെ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. നിന്റെ കുട്ടീനെ കളഞ്ഞിട്ട് കണ്ടില്ല എന്ന് വെച്ചിട്ട് ഒരിടത്ത് ഇരുന്ന അയിര് പൊറിക്കോ? ഒരിറക്ക് വെള്ളം തൊണ്ടേന്ന് ഇറങ്ങും അച്ഛനെ. അന്വേഷിക്കണം വെച്ച ഭൂമി അക്കരയോളം നടന്നലഞ്ഞിട്ടാണേലും തിരിഞ്ഞു കണ്ടെത്തണം എന്റെ മനോഹരേട്ടനെ. എനിക്ക് എന്റെ മനോഹരേട്ടനെ കാണണോ?
മമ്മാലി അതെ ചെന്ന് വണ്ടി കയറ. എന്തിനാണ് സാർ? എന്തിനാണ് അറിഞ്ഞാലും നീ കയറും. സാർ എന്തിനാണ് സാർ ഇത്? പിടിച്ച് കേട്ടോ ഇവനെ. ചെയ്യരുത് സാർ. നിങ്ങൾ പറയാതിരിക്കും, ഞങ്ങൾ പറയിപ്പിക്കും. അതേതൊക്കെ വിധത്തിലായിരിക്കും അറിയാലോ. പറയടാ, എവിടെയുണ്ടവൻ? ഞങ്ങൾക്കറിയില്ല സാർ. ഞങ്ങളോ? അവനവന്റെ കാര്യം പറഞ്ഞാ മതി. പല്ലിടിച്ചെടുത്ത് കൈ തരും. പറയണോ, എവിടെയുണ്ട് മനോഹരൻ? അറിയാത്ത കാര്യം എങ്ങനെ പറയാനാണ് സാർ? പഠിത്തമാണ്, നമുക്കറിയില്ല. അപ്പൊ നീ പറയില്ലല്ലോ. ഇവർ സത്യം പറയുന്നില്ല സാർ. പറഞ്ഞോളും. നമുക്കറിയേണ്ടതല്ല, അവർക്കറിയാവുന്നത്. ഒരു തീപ്പരി അണയ്ക്കാൻ എളുപ്പമാണ്. ഒരു തീപിടുത്തത്തിന് ശേഷം വാവിട്ട് കരയുന്നതിനേക്കാളും അതല്ലേ നല്ലത്? മനോഹരനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയുക. ഓനൊരു പാവാണ് സാർ. ഈ പറഞ്ഞതൊന്നും ഓനൊരു കൂട്ടി വായിക്കാൻ പറ്റണില്ല. വീട് വാങ്ങാൻ സഹായിച്ചിരുന്നു അല്ലേ? ഒരു കൂരപ്പൊര. ആ സാധുവിന്റെ ഒരു സങ്കടമായിരുന്നു. മൂപ്പര് ബ്രോക്കറാ, തമ്മിലൊന്ന് പരിചയപ്പെടുത്തി. പണം പലിശ കമ്പാടും കിട്ടാനുണ്ടല്ലോ നാട്ടില്. ചെക്കും കടലാസൊക്കെ വേണം. ഓനതിനുള്ള വരുമാനം ഉണ്ടല്ലോ. ആര് കൊടുത്തു? എവിടുന്ന്? ചാവക്കാട്ടുകാരൻ ഒരു മൊയ്തീൻ കോയ, പലിശന്റെ ഏർപ്പാടുകാരനാ. ഇങ്ങനൊരാളെ ആളെ കണ്ടതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല സാർ. ഈ പത്രവാർത്തയും ചിത്രവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? നമ്മളങ്ങനെ പത്രം വായിക്കാറില്ല സാർ. കമ്പോള നിലവാരം ചിലപ്പോൾ നോക്കും, അതന്നെ. ആ, ഇത് ശ്രദ്ധിച്ചിരുന്നു. കാരണം ഗുരുവായൂർ ഇവിടെ ചാവക്കാട് അടുത്തല്ലേ, അവിടെ നടന്നൊരു സംഭവം ഇതുണ്ട്. തൊട്ടടുത്ത് നടന്നെങ്കിലേ മനസ്സിൽ തട്ടുവന്നു. പിന്നെ അത് അങ്ങനെ തന്നെയല്ല സാർ. ഞമ്മന്റെ കാല് മുറിഞ്ഞാലല്ലേ നമുക്ക് വേദനയാവൂ. അപ്പോ ഇയാൾക്ക് കാശ് കൊടുത്തിട്ടില്ല? ഇയാൾക്കെന്നല്ല, ഞാൻ ആർക്കും കാശ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഏർപ്പാടും പെടില്ല സാർ. നിസ്കാരം നോമ്പൊക്കെ ഇട്ട് കഴിയേണ്ട മനുഷ്യനാ. പലിശ നമുക്ക് ഹറാമായിട്ടുള്ള കാര്യമാണ്. ശരി, കുടിക്കാൻ എന്തെങ്കിലും വരുത്തട്ടെ? താങ്ക്സ്. ആ കള്ള ഹിമാർ എന്ന ചെക്കാത്. അല്ല, 2 ലക്ഷം രൂപ അതിന്റെ പലിശ വേണ്ടെന്ന് വെച്ച കോയക്ക. ലക്ഷങ്ങൾ ഇനി ഉണ്ടാക്കാൻ മോനെ. അകത്തായ പുറത്തേക്ക് ബൈ കാണാത്ത കേസാത്. പോരാത്തതിന്റെ പേര് കോയാന്ന്. കുടുങ്ങാൻ എവിടെങ്കിലും പോണാ? ഓരോ വണ്ടി മല. ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. നമസ്കാരം. മിസ്റ്റർ മനോഹരന്റെ അമ്മയാ ഇത്? ഭാര്യ. ജോലിയുടെ ഭാഗമാണ് അമ്മേ. പിന്നെ ഇവിടുത്തെ മനോഹരൻ അത് ഇരട്ടിപ്പിക്കുന്നുണ്ട്. വാടക വീടാണ്. പുതിയ വീടിനും സ്ഥലത്തിനും അഡ്വാൻസ് ചെയ്തു. 2 ലക്ഷം രൂപയോളം എവിടുന്നായിരുന്നു? ചാവക്കാട്ടുന്ന് ഒരു കോയ. അയാളുടെ കയ്യിൽ നിന്ന് പലിശക്കെടുത്തതാ എന്നെല്ലാരും പറയുന്നു. പക്ഷെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അയ്യോ ഉണ്ട് സാർ. ഈ സംഭവം നടന്നു പറയുന്ന രാവിലെയാ ചാവക്കാട് എന്റെ കുട്ടിയാ പൈസ കൊണ്ട് വന്നത്. ഓർക്കാൻ കാരണം? എനിക്ക് ഒരുപാടൊന്നും ഇല്ല സാർ. അവൻ ഒറ്റ ഒരുത്തൻ. കാണാതെ എനിക്ക് ഉറക്കം വരില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ കണ്ണും തുറന്നു കിടന്നത്. കാലത്ത് എത്ര മണിയേക്കാണ് വരുമ്പോ? ഞാൻ മക്കളെ സ്കൂളിൽ അയക്കുന്ന തിരക്കിലായിരുന്നു. 8:30 സ്കൂൾ ബസ് വരും. അതിനു മുമ്പ് എത്തിയിട്ടുണ്ട്. പോയത് ചാവക്കാട്ടേക്കാ. വന്നിട്ടും പറഞ്ഞത് ചാവക്കാട്ടുന്ന ഒരു കോയക്കയുടെ കയ്യിൽ നിന്ന് പൈസ എന്നാ. ചാവക്കാടും ഇല്ല, കോയയും ഇല്ല. ഗുരുവായൂർ നിന്ന് ഏറിയാൽ 3 മണിക്കൂർ എറണാകുളത്തേക്ക്. ഇല്ല സർ, ഗുരുവായൂർക്ക് മനോഹരായിട്ടും പോയിട്ടില്ല. ഗുരുവായൂരപ്പനാണ് സത്യം. ഗുരുവായൂർക്കവും പോയിട്ടില്ല. ആ കട ഇപ്പോഴും ഭഗവാന് ബാക്കി കിടക്കുക. സാർ, വളരെ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നത്.
ഗുരുവായൂരിന് അടുത്ത ലോട്ടറി ടിക്കറ്റ്. അപ്പൊ കാശിന് ആർത്തിയുള്ള കൂട്ടത്തിലാണ്. ലക്ഷങ്ങൾ കിട്ടുമെന്നായപ്പോ ബോംബെങ്കിൽ ബോംബ്, ഗുരുവായൂരെങ്കിൽ ഗുരുവായൂർ. സാർ, ബോംബ് സ്ഫോടനം നടന്നതിന്റെ പിറ്റേന്നാൾ നറുക്കെടുത്ത ടിക്കറ്റാണിത്. ഗുരുവായൂർ പോകാത്ത ഒരാളുടെ കയ്യിൽ ഗുരുവായൂരിൽ നിന്നുള്ള ഈ ടിക്കറ്റ് എങ്ങനെ വന്നു? നിങ്ങൾ പോയിക്കോളൂ സാർ. നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മനോഹരൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സത്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. വളരെ അപകടകരമായ സത്യം. ഗൗരവമുള്ളൊരു കേസാണിത്. ഈ വീട് ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. അയ്യയ്യേ, ഈ മോന്തി അടുത്ത് ഉമ്മർത്തൊരു വിളക്കും കൂടി വെക്കാണ്ട് എന്തിരിപ്പാ മക്കളത്? ഈ വീടിന്റെ വിളക്ക് ഈശ്വരൻ ഊതിക്കെടുത്തിയോ മമ്മാലിക്ക? അങ്ങനൊന്നും വിചാരിക്കരുത്. പടച്ചമ്പരാൻ കാത്തോളൂ. ആളെ കൊല്ലാനും നാട് തകർക്കാനും ഒക്കെ ഞാൻ 10 മാസം ചുവന്നു പറ്റി എന്റെ മനോഹരനെ കൊണ്ട് പറ്റുമായിരുന്നോ? ഏത് ഈശ്വരന്മാരോടാ ഞാൻ ചോദിക്കേണ്ടത്? മനോഹരേട്ടന്റെ മുഖത്തെ 2 കണ്ണുകളായി നിൽക്കുന്നത്. ഇവരെ വേണ്ടെന്ന് വെക്കാൻ മനോഹരേട്ടനെ കൊണ്ട് പറ്റുമോ? നിങ്ങളോടെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആരറിയാതെ പോയാലും ആരൊക്കെ സംശയിച്ചാലും ഓന്റെ മനസ്സ് പഠിച്ചോന്നറിയാം. ഒരുപാട് ഒരുമിച്ചുണ്ടുറങ്ങിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കും അറിയാം. ഗുരുവായൂർ ആ സാധു പോയിട്ടുണ്ട്, അത് സത്യ. അമ്പലം പൊളിക്കാനല്ല, അതിനകത്തുള്ള ഗുരുവായൂരപ്പനെ കണ്ട് സന്തോഷം പറയാൻ. ഒരു കൂരപ്പർക്ക് അഡ്വാൻസ് കൊടുക്കാൻ, പലിശക്കാണെങ്കിലും പൈസ കിട്ടിയ സന്തോഷം. നിങ്ങൾ അവിടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് ഇങ്ങക്ക് ഒരു പരിഭവത്തിന് ഇടവരുത്തണ്ടെന്ന് വെച്ച് ഓൻ പറഞ്ഞില്ല. പക്ഷെങ്കിൽ എപ്പോഴും ഒരു വർത്താനത്തിനിടയിൽ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ. എന്റെ ഗുരുവായൂരപ്പ, പോലീസും വേറുള്ളവരും തരേണ്ടത് റെയിൽവേ സ്റ്റേഷന് ബോംബ് വെച്ച് മനോഹരനെയാ. എനിക്ക് എന്റെ കുട്ടികളുടെ അച്ഛനെ, എന്റെ മനോഹരനെ കണ്ണുകെട്ടണം മമ്മലിക്ക. ഞങ്ങളച്ഛ എവിടെ പോയതാ മാമ? വരും, കൈ നിറച്ച് മുട്ടായി കൊണ്ട് നിങ്ങൾ അച്ഛൻ വരും. ഇത് മാമൻ കൊണ്ടുവന്ന. വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ മിഠായി കൊണ്ടു തന്നാ മതി. ആ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കാണണം. കൊച്ചമ്മോ, ഭാരതി കൊച്ചമ്മോ, കൊച്ചമ്മോ, കൊച്ചമ്മോ വാല് വർക്ക്. ഭാരതി കൊച്ചമ്മോ, കൊച്ചമ്മോ, കൊച്ചമ്മോ വാല് വർക്ക്. ഭാരതി കൊച്ചമ്മോ, കൊച്ചമ്മോ, ഇത് എവിടെ പോയി കിടക്കുവാ? നാശം പിടിച്ച തള്ള. നാശം പിടിച്ച തള്ള നിന്റെ അപ്പന്റെ തള്ള. നിന്റെ വായിൽ നാക്കി ഞാൻ ചവിട്ടി പറിക്കും കേട്ടോടാ. സാധനങ്ങൾ വല്ലോണ്ടെങ്കിൽ മാറ്റിക്കോ. എക്സസൈസുകാരാണെന്ന് തോന്നുന്നു. അടിവാരം വെട്ടിങ് പോകുന്നുണ്ട്. ആണോടാ കാട്ടുമാക്ക? അതുകൊണ്ടല്ലേ ഞങ്ങൾ അടിച്ചു മിനിച്ച് പോകുന്നത്. ഓ, അടിച്ചു മിന്നിച്ച് ഇങ്ങോട്ടല്ലെത്തിന്ന്. എന്നാ പിന്നെ വഴിക്ക് പിടിച്ചു നിർത്തി ആ കാക്കി പണ്ടാരങ്ങളുടെ അണ്ണാക്കിലേക്ക് എന്തെങ്കിലും കുത്തിത്തിരിക്ക് പറഞ്ഞേക്കണ്ടായിരുന്നോടാ. കാഴ്ചക്ക് 2 കാട്ടുപോത്ത് പോലെ ഉണ്ടല്ലോ. അയ്യ, അതിന് എക്സൈസുകാരും ഫോറസ്റ്റുകാരൊന്നും മുമ്പത്തെ പോലെ അല്ല കൊച്ചമ്മോ. പിന്നെന്താ അവർക്ക് ഇപ്പൊ 2 കൊമ്പ് മുളച്ചിരിക്കുന്ന. ഒന്ന് പോടെ ഏർക്ക അവിടുന്ന്. ഹോ, എസ്റ്റേറ്റിലെ പണിക്കാർക്ക് 10 കാശ് കിട്ടണ സമയം. ഇപ്പൊ തന്നെ വേണ്ട ആ നായിന്റെ മക്കളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ. ദേ, എവിടെയാണെന്ന് ചെടുത്തോട്ടെ പൂത്തിക്കോ. ശരി കൊച്ചമ്മോ. എവിടെ പോണടാ? 10-18 കുപ്പി നല്ല ഡബിൾ സ്ട്രോങ് സാധനങ്ങൾ ഈ പേരിൽ എടുത്തു കൊണ്ടുപോയി പുറത്ത് കട്ട് വിൽക്കും അവൻ. ആ അക്രം തോസേപ്പ് നോക്കിക്കോണം നീ. കോഴിയെ നോക്കാൻ കുറുക്കൻ. പുറകെ കൂടി ഇറങ്ങിക്കോ. കുഞ്ഞസിനും കൂടെയത് പണ്ടാരക്കാലിനും ഒരാളേ ഉള്ളൂ. വേണ്ടാത്തിന് നിന്നാ പിന്നെ വയനാട് മല കയറരുത്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ കോന്തം കിളവന് വേറെ പണിയൊന്നുമില്ലേ? പൊക്കിയെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്ന് കൊച്ചേ കൊച്ചേന്ന് കൂവാൻ. കേറിക്കോളൂ കൊച്ചേ.
കാണാനൊരാള്. കാട്ടുറാണി ഭാരതി കൊച്ചമ്മാന്ന് നാട്ടുകാരിട്ട പേരാ. എന്തേ കുഞ്ഞച്ചാ? ഭാരതിയുടെ സ്വന്തക്കാരനാന്ന് പറഞ്ഞു. എനിക്ക് ഏത് സ്വന്തക്കാര് കുഞ്ഞച്ചാ? ഈ മലമുകളിൽ നിങ്ങൾ കുറച്ച് മനുഷ്യന്മാരല്ലാതെ എനിക്കാരാ? ഇളയമ്മ നിങ്ങളുടെ ലക്ഷ്മിയെടുത്തിയുടെ മോൻ മനോഹരൻ. ലക്ഷ്മിയെടുത്തി എന്റെ ഒരേ ഒരു കൂടപ്പറപ്പ്. ഞാൻ ചത്താ പോലും കാണാൻ എത്തില്ലെന്നും ഏടത്തി കണ്ണടഞ്ഞു കിടക്കുമ്പോഴും കാണാൻ ചെല്ലരുതെന്ന് കൊള്ളി മുറിച്ചിട്ട എന്റെ ആ കൂടപ്പറപ്പിന്റെ മോനോ? ആവൂല. ഇത് വേറെ ഏതോ ആളാ, വേറെന്തോ കാര്യ. അങ്ങനെയൊന്നുമല്ലല്ലോ ഇയാള് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ കാലക്കേടിലാക്കാൻ ഇവിടെ ആരും കയറി വരണ്ട. കുഞ്ഞച്ചന് മനസ്സിലായല്ലോ? വേണ്ട, വേണ്ടെങ്കി വേണ്ട. വരൂ, പെട്ടെന്ന് വരൂ, കണ്ടെടുത്ത് എന്നെ കൊണ്ടുവിടാം. കുടിക്കാൻ കുറച്ച് വെള്ളം തരോ ഇളയമേ? വെള്ളം ഒറ്റൊക്കെ പുറത്ത് ഇറങ്ങിക്കോളൂ. ദാഹത്തിന് ഇത്തിരി വെള്ളമല്ലേ, ഇറങ്ങാൻ വരട്ടെ. അതെ, കള്ളവും ചതിയൊന്നും ആ കൺവെട്ടത്ത് വില പോയില്ല. ഒരു പോലീസും പട്ടാളം കൂടി ഈ മുറ്റത്ത് കാലെടുത്ത് കുത്തില്ല. ആ അടിതടക്കാണെങ്കിലും യാതൊരു മടിയില്ലാത്തോളാ ഭാരതി. അതുകൊണ്ട് വന്ന വേഗത്തില് പോകാൻ നോക്കാം. ഞാനുണ്ടോ ഇല്ലേന്നും വയനാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം തന്നെ ഉണ്ടോന്നൊക്കെ എങ്ങനെ അറിയാനാ? കുഞ്ഞുനാളിലൊരിക്കല് ഇളയമ കൂട്ടിക്കൊണ്ടുവന്നു. ഇതുപോലെ തന്നെയാ അന്നും ഈ വീട്. പുറകിലൊരു ആഴമുള്ള കിണറില്ലേ, നല്ല തണുപ്പുള്ള വെള്ളം. കോരി കുളിച്ചിട്ട് എനിക്ക് പനി വന്നു. രാത്രി ഞാൻ പേടിച്ച് കരഞ്ഞു. അന്ന് ശ്രീധരനലേച്ചനും ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു മോനും അനിക്കുട്ടൻ. വേണ്ട, പോയവരൊക്കെ പോയത് തന്നെയാ. ഇതുപോലെ ആരും വന്ന് കയറുമെന്ന് കരുതിയിരുന്നില്ല. കുഞ്ഞച്ചൻ ചെല്ല്. മാനത്ത് അന്തിമാനത്ത് ചന്ദിരനുണ്ടോ മാളോരേ, ചന്ദിരനുണ്ടോ മാനത്ത് ചന്ദിരനുണ്ടോ, മണ്ണിലാ കോരനുണ്ടോ, കോരന്റെ ചങ്കിൻ്റെ ഉള്ളില് ചക്കിയാടി പാടണുണ്ടോ. കെട്ടുപോയോള് കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിച്ചോളൂ. എന്നാലും എന്റെ അടുത്ത് ഞാൻ ഒരൊറ്റ വയറ്റി കിടന്നവരല്ലേ. ഞാൻ കളഞ്ഞിരുന്നില്ല മനസ്സിൽ ഇപ്പോഴും. തന്നിഷ്ടത്തിനൊരാളുടെ കൂടെ ഇറങ്ങിപ്പോന്നു. നെല്ലും പതിനും തിരിച്ചറിയാത്ത പ്രായത്തിൽ കാട്ടുവഴി കൂടെ ഈ മല കയറുമ്പോ കൂട്ടിനെന്നും ഒരാണൊരുത്തനുണ്ടാവുമല്ലോ എന്ന് കരുതിപ്പോയി. കൂട്ടുകാർക്ക് കാട്ടിറച്ചിയും കള്ളച്ചാരവും സൽക്കരിച്ച കൂട്ടത്തില് എന്നെ നിന്ന് പോകേണ്ടത് എവിടെയാ, മടങ്ങി പോകേണ്ടത് എങ്ങട്ടാ? അടിവാരം വരെയെന്ന് പറഞ്ഞു പോയതാ അനിക്കുട്ടനെയും കൊണ്ട്. ഇക്കാലം അത്രയും തിരിച്ചു വന്നില്ല. ഇട്ടിട്ട് പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോവായിരുന്നു. പെറ്റ വയറിന്റെ പുകച്ചില് മക്കളറിയാതെ പോലും കയറി വരാതിരിക്കില്ല. എന്റെ മോനെങ്കിലും കാത്തിരിക്കുക. നിനക്കെന്തേ പറ്റിയത്? വീട് മാറാൻ കുറച്ച് കാശിന്റെ കടം, പലിശക്കാശാ. അവിടെ നിന്നൊന്നും മാറി നിൽക്കാതെ അമ്മയ്ക്കറിയില്ല ഭാനുവിനും മക്കൾക്കും
ആർക്കും അറിയില്ല. എവിടെ എന്താന്നറിയാതെ ആരും കാത്തിരിക്കരുത്. ആ കാത്തിരിപ്പ ഭൂമിയിലെ ഏറ്റവും വലിയ വേദന. വല്ലതും കഴിച്ചു കിടന്നു. എന്തേ മനോഹര, മനോഹര, ഈശ്വര, ചുട്ടു പൊള്ളുന്നുണ്ടല്ലോ. മനോഹര, എന്തേ? തീവണ്ടികളൊക്കെയും ബോംബ് വെച്ച് തകർക്കാനുള്ളതാ. ഞാൻ ഒറ്റയ്ക്ക്, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. നല്ല പനി, പിച്ചുമ്പയും പറയണു. വേണ്ട, എന്നെ കൊണ്ട് ഈ മഹാപാതകങ്ങൾ പോകാൻ. കുഞ്ഞച്ചൻ കടയിലുണ്ടാവും, വേഗം ഒന്നും ഇങ്ങോട്ട് വരാൻ പറയും. ഒരുപാട് മനുഷ്യരെ കൊല്ലുക വയ്യ, എനിക്കതിന് വയ്യ. വയ്യ, എന്നെ കൊണ്ട് അതിന് വയ്യ. വയനാട്ടിൽ വന്ന ഒരു വയനാടൻ ജ്വരം, അത് ആർക്കായാലും പതിവുള്ളതല്ലേ. അതത്ര കാര്യാക്കാനൊന്നുമില്ല. അതല്ല കുഞ്ഞച്ച, അവന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ എന്താണാവോ? കുറച്ച് കാശ് കടമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന് നമ്മളെ കൊണ്ട് അവനെ എന്താ വെച്ചാൽ സഹായിക്കായിരുന്നു. അത് മാത്രല്ല, വേറെ എന്തൊക്കെയോ ഉണ്ട് അവന്റെ ഉള്ളില്. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടേ ഇല്ല. തലങ്ങും വിലങ്ങും നടക്കണേം കണ്ടു. വല്ല വെട്ടും കുത്തൊക്കെ ഉണ്ടാക്കി ഒളിച്ചു താമസിക്കാൻ എങ്ങനെ വന്നാവോ? ഒന്ന് പോടാ അവിടുന്ന്. ഞങ്ങൾക്ക് ദൈവം തന്ന സമ്മാനമാണ് താങ്കൾ. എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് വരൂ, പുറപ്പെടാം. ഇല്ല, എന്നെ കൊണ്ട് നിങ്ങൾ ഈ കൂട്ടക്കൊലകൾ ചെയ്യിക്കരുത്. ഞാൻ വരില്ല, ഞാൻ വരില്ല. വന്നേ പറ്റൂ. ഞങ്ങൾ പിന്തിരിയുന്നവരല്ല. ഞങ്ങളുടെ വഴിയിൽ തടസ്സം നിൽക്കുന്നവരോ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറല്ലാത്തവരോ ഈ ഭൂമുഖത്ത് അവശേഷിക്കില്ല. പുറപ്പെടാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല വരില്ല എന്ന്. ചോര, ശവങ്ങൾ, വയ്യ. അതിലൂടെ നടക്കാൻ എനിക്ക് വയ്യ, വയ്യ, വയ്യ. ഇത് പിടിക്കൂ, ഒന്ന് എഴുന്നേറ്റേ. ഈ കാപ്പി അങ്ങോട്ട് ചെന്നാ തന്നെ പനി ഒന്ന് കുറഞ്ഞു കിട്ടും. വൈദ്യരെടുത്തോ അതല്ലെങ്കിൽ ടൗണിൽ ഡോക്ടറെ അടുത്തോ പോകാം. അതെ, ഇത് കുടിക്കേ. ഇല്ല, എനിക്ക് വയ്യ. നീ എന്തൊക്കെയാ കാണിക്കണേ? വൈദ്യരെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാതെ എനിക്ക് മടക്കില്ല. എന്ത് തുടങ്ങി വെച്ചു? ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചത് ഞാനാണ് ബോംബ് വെച്ചത്. ഞാനാ വെച്ചത്. മനോഹര, നീ പറയുന്നതൊക്കെ സത്യം. നിങ്ങൾ ആരും അറിയുന്ന ആളല്ല ഞാൻ. എനിക്ക് തന്നെ അറിയുന്ന ആളല്ല. എന്റെ ചിന്തകളിപ്പോ എന്റേതല്ല, മറ്റെവിടുന്നോ വന്ന് എന്റെ മനസ്സിൽ നിറക്കുകയാണ് അവർ എന്റെ ആളുകൾ വളരെ ദൂരെ നിന്നും എന്റെ മനസ്സിനെ നിയന്ത്രിക്കും.
എൻ്റെ മനസ്സിലെ ഓരോ വിചാരങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉള്ളവരെ അവർ തിരിച്ചറിയും. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്നെ വിട്ടു പൊക്കോളൂ. മനോഹര, വിളിക്കരുത്, തിരിച്ചു വിളിക്കരുത്. ഞങ്ങളുടെ വഴിയിൽ തടസ്സം നിൽക്കരുത്. ഈ പറയുന്നതിൽ ഏതാ തള്ളേണ്ടത് ഏതാ കൊള്ളേണ്ടതെന്ന് എങ്ങനെ ഉറപ്പിക്കാനാ കൊച്ചേ? ഏതായാലും ഒരു കാര്യം ഉറപ്പ്, വെറുമൊരു ജ്വരത്തിന്റെ പിച്ചും പേയും അല്ല. നമ്മളിവിടെ വെച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും കുഴപ്പമായാ പെറ്റ തള്ളേ ഒരു പെണ്ണും 2 കുഞ്ഞുങ്ങളും കാത്തിരിക്കുന്നുണ്ട്. അവനെ വീട്ടിലെത്തിക്കന്നെ വേണ്ടത്. എന്തേ? ആയിക്കോട്ടെ, കൊച്ചെന്താ പറയണേ അതുപോലെ. ഔസേപ്പേ, കാട്ടുമാക്ക, എറണാകുളത്തേക്കൊന്ന് പുറപ്പെടുക. ഒരു കാര്യമുണ്ട്, ഞാനും വരാ. ആയിക്കോട്ടെ. മനോഹര, 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 മനോഹര. എന്തേ? അവനെ എവിടെയെങ്കിലും കാണാനില്ല. കാണാനില്ലേ? ഇല്ല. ആരത്? ഭഗവാനെ, ഇയാൾ എത്തിയോ? മനോഹരൻ, ഇതെന്തൊരു കോലമാണിത്? എവിടെയായിരുന്നു നിങ്ങൾ? മോൾക്ക് വയ്യാതായി, ആശുപത്രിയിലാണ് അവരെല്ലാവരും. മോള് എവിടെ? എവിടെ എന്റെ മനോഹരേട്ടൻ? എനിക്കിപ്പൊ കാണുന്നു എന്റെ മനോഹരേട്ടനെ. അമ്മേ, ഈശ്വര. സമാധാനിക്കും മോളെ, ഈശ്വരൻ നമ്മളെ കൈയൊഴിഞ്ഞില്ലല്ലോ. സമാധാനിക്കും. നിങ്ങളുടെ നെയ്ബർ ഒരു സുബ്രഹ്മണ്യം പോറ്റിയാണ് വിളിച്ചു പറഞ്ഞത്. ഉത്തരവാദിത്വപൂർവ്വം അയാൾ മനോഹരനെ ഇവിടെ കൊണ്ടുവരും. പിന്നെ മനോഹരന് മുന്നിൽ ഇമോഷണൽ ആവാതെ നോക്കണം. ഞങ്ങൾ പല സൈക്കാട്രിസ്റ്റുകളുമായും സൈക്കോളജിസ്റ്റുകളുമായും ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്ന ചില സ്വഭാവങ്ങൾ, മനോഹരനെ കുറിച്ച് അമ്മ പറഞ്ഞതുപോലെ ചെറുപ്പകാലം തൊട്ടേ കൂട്ടുകാരില്ലായ്മ, അമിതവൃത്തി, അകാരണ സംശയങ്ങൾ, ജോലിയിലും മറ്റും കാണിക്കുന്ന അത്യമിതമായ നിഷ്കർഷ ഒക്കെയും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ സൂചനകളാണ്. നമ്മളതത്ര കാര്യമാക്കില്ല, അല്ലെങ്കിൽ അതൊക്കെ അയാളുടെ മിടുക്കോ ഗുണമോ ആയിട്ട് കാണും. തുടക്കത്തിലെ കണ്ടെത്തി ചെറിയ ചികിത്സകൾ ചെയ്താൽ സ്കിസോഡ് പേഴ്സണാലിറ്റി ടൈപ്പ് ആയിട്ടുള്ള ഇത്തരക്കാരെ സ്കിസോഫ്രീനിയ എന്ന രോഗാവസ്ഥയിലേക്ക് വളർത്താതിരിക്കാം. ബോംബ് സ്ഫോടനത്തിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ രൂപസാദൃശ്യം മനോഹരന്റെ മനസ്സിൽ സ്ട്രെസ് പ്രേരക ശക്തിയായി പ്രവർത്തിച്ചു. പിന്നെ മറ്റുള്ളവരുടെ അനാവശ്യ സംശയങ്ങൾ, മനോഹരൻ തന്നെ മറച്ചുവെച്ച ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങൾ പോലീസിന് ഇടപെടലൊക്കെ രോഗാവസ്ഥയിലേക്ക് വളർത്തി. കാശു കൊടുത്ത ചാവക്കാട്ടുകാരൻ കോയ സത്യം നിഷേധിച്ചത് ഭയം കൊണ്ടാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. പിന്നെ ഗുരുവായൂർ ലോട്ടറി ടിക്കറ്റ്. ബോംബ് വയ്ക്കാൻ പോകുന്നയാൾ അവിടെ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കുമോ? നിൽക്കില്ല. പക്ഷേ എല്ലാം വഴിതെറ്റിച്ചും ബലപ്പെടുത്തിയും മനോഹരൻ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. എവിടെയും സത്യമുണ്ട്, അതെന്നായാലും വെളിപ്പെടുകയും ചെയ്യും. അതാണല്ലോ ദൈവം. എന്റെ ഭഗവാനെ,
അരുത്. താളം തെറ്റിയ ഒരു മനസ്സിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. ചെന്നോളൂ, വളരെ പ്ലസന്റ് ആയിട്ട്, പോസിറ്റീവായിട്ട്. സ്കൂളിലെ കുട്ടികൾ എന്തോ പറഞ്ഞു പേടിപ്പിച്ചു. നമ്മുടെ മായ്മോക്ക് വയ്യാതായി മനോഹരേട്ട. ഇപ്പൊ ഒക്കെ ഭേദായിട്ടോ. അന്നല്ലോ നീ, നമുക്ക് മോളെ കൊണ്ട് വീട്ടിൽ പോ. മായ്മോളെ, അച്ഛൻ. അച്ഛാ, അയ്യോ എന്റെ അച്ഛൻ താടിക്ക് പോയോ? മോളോട് എന്തെങ്കിലും ഒന്ന് പറയടാ. മായ്മോളെ, അച്ഛനെ സങ്കടപ്പെടുത്തല്ലേ. അച്ഛൻ ഇനി വരില്ലെന്ന് പറഞ്ഞു കുട്ടികളൊക്കെ. ഞാൻ ഇനി എന്റെ അച്ഛനെ എങ്ങോട്ടും വിടില്ല. അച്ഛനെ പോലീസ് തൂക്കി കൊല്ലു വെച്ചാ. കുട്ടികളൊക്കെ പറയാം തൂക്കി കൊല്ലും. മനോഹരേട്ട, രഘുനന്ദനൻ സാർ DSP ആണ്. നമ്മൾ തമ്മിലൊരു ഫോൺ കോൾ ബന്ധം. അന്നേ ഇതൊക്കെ അവസാനിപ്പിക്കാമായിരുന്നു. മിസ്റ്റർ മനോഹരൻ വെറുതെ. നമുക്കൊന്ന് ഓഫീസ് വരെ പോകുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. വെറുതെ താങ്കളുടെ പേരിൽ ഓപ്പൺ ചെയ്തൊരു ഫയലുണ്ട്. അതൊന്ന് പിച്ചിക്കീറി കളഞ്ഞാൽ നിങ്ങളും സ്വസ്ഥമായി, ഞങ്ങളും അതെ. താമസിക്കാതെ നമുക്ക് പോയിട്ട് വരാം. എന്തേ? പോയിട്ട് വന്നോളൂ മനോഹരേട്ട. കീഴടങ്ങണം അല്ലേ? കീഴടങ്ങിയേ? മോനെ, നിന്നെ സഹായിക്കാനാ, നമ്മളെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനാ ഈ സാറ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണ്ടേ മിസ്റ്റർ മനോഹരൻ? മിസ്റ്റർ മനോഹരൻ, വളരെ ഗൗരവമേറിയ ഒരു കേസിന്റെ അന്വേഷണം. നിങ്ങളുടെ വെറും ഒരു ഭയവും അതിനെ ചൊല്ലി നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും കൊണ്ട് ഞങ്ങളെ കുറെ ദൂരം വഴിതെറ്റിച്ചു. ബോംബ് സ്ഫോടന കേസ് അന്വേഷണം പൂർവാധികം സത്വര ശ്രദ്ധയോടെ ത്വരിതപ്പെടുത്തുക. സർ. മിസ്റ്റർ മനോഹരൻ, നിങ്ങൾക്ക് നേരെ നടന്ന അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. പക്ഷേ ഇനി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയാതെ താങ്കൾ ഈ പ്രദേശം വിട്ടു പോവുകയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരിക. അത് താങ്കളുടെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അന്വേഷണത്തിന് കാരണമായ സംഭവത്തിൽ മനോഹരന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് മനോഹരൻ തന്നെ എഴുതി തരുന്ന മൊഴിയാണിത്. വായിച്ചു നോക്കി ഉറപ്പുവരുത്തി ഒപ്പുവെച്ചോളൂ. താടി പഠിച്ച് വേഷം മാറി വന്ന ഞങ്ങൾ തിരിച്ചറിയില്ലെന്ന് കരുതിയല്ലടാ.
ഗുരുവായൂർ ബോംബ് വെച്ചത് നീയല്ലടാ, അല്ലേ? അതെ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചത് നീയല്ലടാ, അല്ലടാ? അതെ. ഞാനാണ് എല്ലാം ചെയ്തത്, ഞാനാണ് ചെയ്തത്, എല്ലാം ചെയ്തത് ഞാനാ. ഒപ്പിട്ടുള്ളൂ. എന്തായി കാണിക്കുന്നു? മനോഹരൻ, 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 എല്ലാവരെയും കൊല്ലും ഞാൻ, എല്ലാവരെയും കൊല്ലും ഞാൻ. മനോഹരൻ പറയുന്ന കേക്ക്. കൊല്ലും ഞാൻ. മനോഹര, അരുത്, തോക്ക് താഴെ ഇടൂ. മനോഹര, പ്ലീസ്. അടക്കരുത്. ഇല്ല, കീഴടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കൊല്ലും, എല്ലാത്തിനെയും കൊല്ലും ഞാൻ, കൊല്ലും. അടുക്കരുത്, കൊല്ലും. മനോഹരൻ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കു. മനോഹരൻ, നിങ്ങൾ എവിടെയും ബോംബ് വെച്ച ആളല്ല. ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങളെ കാത്തിരിക്കുന്നൊരു അമ്മയുണ്ട്, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്, പാവം 2 പിഞ്ചോമന്റെ മക്കളുണ്ട്. പ്ലീസ് പറയുന്ന കേക്ക് മനോഹരൻ. മനോഹരൻ, പ്ലീസ്. നിങ്ങൾ എവിടെയും ബോംബ് വെച്ചിട്ടില്ല. നിങ്ങൾ ആ ആളല്ല. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ശാന്തമായൊരു കുടുംബജീവിതം. പ്ലീസ് തോക്ക് താഴെയിടൂ മനോഹരൻ. പ്ലീസ് മനോഹരൻ, തോക്ക് താഴെയിടൂ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നിങ്ങൾക്ക് ജീവിക്കണ്ടേ? വേണം, നിങ്ങൾ ജീവിക്കണം. ശാന്തമായി, സന്തോഷമായി, കുടുംബത്തോടൊപ്പം നിങ്ങൾ ജീവിക്കണം. മനോഹരൻ, തോക്ക് താഴെയിട. മനോഹര, പ്ലീസ് താഴെയിട. മനോഹര, പ്ലീസ്. കൊല്ലും. അരുത്, അരുത് മനോഹരൻ. നിങ്ങളൊരു തീവ്രവാദിയല്ല. നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, നിങ്ങളെ ആരും ഉപദ്രവിക്കുകയില്ല. പ്ലീസ് മനോഹരൻ. Oh my God!